പടനക്കാട് എന്ന ഈ ചെറു ഗ്രാമത്തിൻ്റെ ആവേശമലതള്ളുന്ന പരിപാടി ആണെങ്കിലും സംസ്ഥാനത്ത് മാത്രമല്ല ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു പരിപാടിയായി മഹർ 2017 പരിപാടി മാറുകയാണ്. കാരണം മഹർ 2017 പരിപാടി നാളെ കഴിഞ്ഞാൽ മറ്റന്നാൾ നാളെയുമായി INLന്റെ ദേശീയ എക്സിക്യൂട്ടീവ് യോഗം നീലേശ്വരത്ത് നിളന്ത റിസോർട്ടിൽ ചേരുകയാണ്. ഇന്ത്യയിലെ 12 സംസ്ഥാനങ്ങളിൽ നിന്ന് 30ഓളം നേതാക്കൾ എക്സിക്യൂട്ടീവ് ക്യൂബ് മീറ്റിൽ പങ്കെടുക്കുകയാണ്. അഖിലേന്ത്യാ പ്രസിഡന്റ് പ്രൊഫസർ മുഹമ്മദ് സുലൈമാൻ സാഹിബ് നാളെ രാവിലെ പടനക്കാട് എത്തിച്ചേരും. അതുപോലെ തന്നെ മറ്റ് അഖിലേന്ത്യാ നേതാക്കളെല്ലാം നാളെ രാവിലെ തന്നെ എത്തി നാളെ 10 മണിക്ക് മുതൽ വൈകുന്നേരം വരെ ദേശീയ എക്സിക്യൂട്ടീവ് മീറ്റിൽ പങ്കെടുത്ത് നാളെ രാത്രി നടക്കുന്ന മഹർ പരിപാടിയിൽ ഇന്ത്യൻ നാഷണൽ ലീഗിൻ്റെ ദേശീയ നേതാക്കൾക്ക് പുറമെ മന്ത്രിമാർ, അതുപോലെ തന്നെ കേരളക്കരയിലെ മഹാനായ പണ്ഡിതൻ AP ഉസ്താദ് അവരുടെ കാർമ്മികത്തിൽ മഹർ 2017 ഭാഗമായിട്ടുള്ള സമൂഹ വിവാഹം നടക്കുകയാണ്. 3 പെൺകുട്ടികളുടെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന ഈ പരിപാടി, അതുപോലെ തന്നെ 3 ബൈത്തുന്നൂർ ഭവനത്തിന്റെ താക്കോൽദാനം ഇവിടെ ഏൽപ്പിക്കുന്ന പരിപാടി, അതുപോലെ തന്നെ IMCCയുടെ ധീരരായ പ്രവർത്തകന്മാരും നേതാക്കന്മാരും വാട്സപ്പിലൂടെ ഉണ്ടാക്കിയ ഒരു കൂട്ടായ്മയുടെ ഫലമായി കൂട്ടായ്മയിലൂടെ കാസർഗോട്ട് മഹാനായ മഹബൂബ മില്ലത്ത് ഇബ്രാഹിം സുലൈമാൻ സെട്ടു സാഹിബിൻ്റെ പേരിലുള്ള ആംബുലൻസ് നമ്മുടെ നാടിന് നാളെ മഹാനായ മഹബൂബ മില്ലത്ത് ഇബ്രാഹിം സുലൈമാൻ സെട്ടു സാഹിബിൻ്റെ പിൻഗാമിയും ഇന്ത്യൻ നാഷണൽ ലീഗിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷനുമായ പ്രൊഫസർ മുഹമ്മദ് സുലൈമാൻ സാഹിബ് ഈ നാടിന് ആംബുലൻസ് സമർപ്പിക്കുകയാണ്. ഈ മുഹൂർത്തങ്ങളെല്ലാം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന പരിപാടികളായി മാറുകയാണ്. കാരുണ്യ മേഖലയിൽ പുതിയ അധ്യായം സൃഷ്ടിച്ചുകൊണ്ട് സാന്ത്വനം പദ്ധതിയുടെ ഭാഗമായി മഹബൂബ മില്ലത്ത് ചാരിറ്റബിൾ സെന്റർ കഴിഞ്ഞ 2016 മഹർ പരിപാടി നടത്തിയിരുന്നു. 2016 മഹർ പരിപാടി മാതൃകാപരമായ പരിപാടിയായിരുന്നു. കാസർഗോഡ് ജില്ലയിലെ കാരുണ്യ മേഖലയിൽ ചരിത്രം തിരുത്തിയെഴുതിയ പരിപാടിയായിരുന്നു. 2017 വീണ്ടും ചരിത്രം സൃഷ്ടിക്കുകയാണ്. ഇതിൻ്റെ ഭാരവാഹികളെയും സംഘാടകരെയും ഞാൻ INL കാസർഗോഡ് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അഭിനന്ദിക്കുകയാണ്. മഹാനായ മഹബൂബ മില്ലത്ത് ഇബ്രാഹിം സുലൈമാൻ സെട്ടു സാഹിബ് നമ്മോട് വിട പറഞ്ഞു. ഇബ്രാഹിം സുലൈമാൻ സെട്ടു സാഹിബ് നമ്മോട് വിട പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇബ്രാഹിം സുലൈമാൻ സെട്ടു സാഹിബ് എന്ന മഹാൻ ഇന്ത്യയിലെ മർദ്ദിത ജനകോടികളുടെ ഹൃദയമെന്ന മാണിക്യ കൊട്ടാരത്തില് സുൽത്താനായി ഇന്നും വാഴുകയാണ്. മഹാനായ മഹബൂബ മില്ലത്ത് ലോകത്തിലെ മർദ്ദിത പീഡനം അനുഭവിക്കുന്ന ഒരു വിഭാഗത്തിന്റെ ജനങ്ങളുടെ ഹൃദയത്തിൽ ഇന്നും ജീവിക്കുകയാണ്. മഹാനായ മഹബൂബ മില്ലത്ത് ഇബ്രാഹിം സുലൈമാൻ സെട്ടു സാഹിബ് മതനിരപേക്ഷ ഇന്ത്യ ആഗ്രഹിക്കുന്ന ഭാരതത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഭാരതത്തിന്റെ ഭരണഘടന മുറുകെ പിടിച്ച് ജീവിച്ച് ശക്തമായ നിലപാടുമായി ഞാൻ മുന്നോട്ട് പോകും. അതിന് കൂട്ടി നിൽക്കാൻ എന്നെ കിട്ടില്ല. ഇന്ത്യൻ പാർലമെന്റിന്റെ 4 മതിൽക്കെട്ടിൽ ഇരുന്നു കൊണ്ട് ഇബ്രാഹിം സുലൈമാൻ സെട്ടു സാഹിബ് അന്നത്തെ പ്രധാനമന്ത്രി നരസിംഹറാവുവിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ ചെയ്തത് തെറ്റ്.
പ്രധാനമന്ത്രി നിങ്ങൾ ചെയ്തത് തെറ്റ്. സെട്ടു സാഹിബ് ആ മുന്നണിയുടെ ഭാഗമായിരുന്നു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആയിരുന്നു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് UDFന്റെ ഭാഗമായിരുന്നു. എന്നിട്ട് പോലും മഹാനായ മഹബൂബില്ലത്ത് ഇബ്രാഹിം സുലൈമാൻ സെട്ടു സാഹിബ് നരസിംഹ റാവുവിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ഇന്ത്യൻ പാർലമെന്റിന്റെ 4 മതിൽക്കെട്ടിനുള്ളിൽ ഇരുന്നു കൊണ്ട് സുലൈമാൻ സെട്ടു സാഹിബ് പറഞ്ഞു, ധീരതയോടുകൂടി പറഞ്ഞു, നിങ്ങൾ ചെയ്തത് തെറ്റാണ്. ഭരണഘടനയുടെ ലംഘനമാണ്. ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ഒരമ്മ പെറ്റ മക്കളെ പോലെ ജീവിക്കുന്ന സുന്ദരമായ ഒരു ഭരണഘടന, ആ ഭരണഘടനയ്ക്ക് ലംഘനമായിട്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നിങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് മഹാനായ മഹബൂബ് മില്ലത്ത് ഇന്ത്യൻ പാർലമെന്റിൽ പറഞ്ഞു. മഹബൂബ് മില്ലത്തിന്റെ അഭാവം, ഇന്ത്യൻ പാർലമെന്റിലെ അഭാവം ഇന്ന് ഞാൻ അനുഭവിക്കുന്നു. ഇന്ന് നമ്മുടെ സമൂഹം അനുഭവിക്കുന്നു. ഇന്ന് ഇന്ത്യ രാജ്യം അനുഭവിക്കുന്നു. ഇന്ത്യ രാജ്യത്തിലെ മതേതരത്വം ആഗ്രഹിക്കുന്ന, മതനിരപേക്ഷത ആഗ്രഹിക്കുന്ന, മതമൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകുന്ന ആളുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലായി നമുക്ക് കിട്ടിയ അനുഭവം, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ഈ ഹാമദ് ഈ ലോകത്തോട് വിട പറഞ്ഞു. ഈ ഹാമദ് ഈ ലോകത്തോട് വിട പറഞ്ഞു. ഈ ഹാമദ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാവാണ്. മുനിസിപ്പൽ ചെയർമാൻ മുതൽ MLA മുതൽ മന്ത്രി മുതൽ MP മുതൽ കേന്ദ്രത്തിലെ മന്ത്രിയായ മുസ്ലിം ലീഗിന്റെ നേതാവ്. ബാബരി മസ്ജിദിന്റെ കാലഘട്ടത്ത് സത്യം തുറന്നു പറയാത്ത ഇന്ത്യയിലെ കോൺഗ്രസിനോടൊപ്പം നിന്ന നേതാവ്. ഐക്യരാഷ്ട്രസഭയിൽ നമ്മുടെ രാജ്യത്തിലെ ജനങ്ങൾ പീഡനം അനുഭവിക്കുമ്പോ ഐക്യരാഷ്ട്രസഭയിൽ പോയിട്ട് ഇന്ത്യ രാജ്യത്തിലെ ജനങ്ങൾ സുന്ദരമായി, വളരെ മനോഹരമായി, സുരക്ഷിതരായി കഴിയുന്നു എന്ന് ഐക്യരാഷ്ട്രസഭയിൽ ഈ രാജ്യത്തിലെ ഭരണാധികാരികൾക്ക് വേണ്ടി പറഞ്ഞ നേതാവ്. ആ നേതാവ് ഫാസിസ്റ്റ് സവർണ ശക്തികൾക്കെതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചിരുന്നില്ല. ആ നേതാവ് ഫാസിസ്റ്റ് ശക്തികൾ ചെയ്ത തെറ്റ് എന്ന് പറഞ്ഞിരുന്നില്ല. നമുക്കറിയാം, നരസിംഹ റാവു എന്ന ഇന്ത്യയുടെ അന്നത്തെ പ്രധാനമന്ത്രി. ആ അന്നത്തെ പ്രധാനമന്ത്രിയെ ലോകത്തിലെ മുസ്ലിം രാഷ്ട്രങ്ങളെല്ലാം പറഞ്ഞു, നരസിംഹ റാവു ചെയ്തത് തെറ്റ്. ഇന്ത്യയിലെ മുസ്ലിം സംഘടന ഒന്നടങ്കം പറഞ്ഞു, നരസിംഹ റാവു ചെയ്തത് തെറ്റ്. അന്ന് നരസിംഹ റാവു ചെയ്തത് തെറ്റ് എന്ന് ഈ ഹാമദ് പറഞ്ഞിട്ട് പോലും ആ ഈ ഹാമദ് മരിക്കുമ്പോ എന്താണ് ഡൽഹി സംസ്ഥാനത്ത് നമ്മുടെ തലസ്ഥാന നഗരിൽ ഉണ്ടായത്? സോണിയാഗാന്ധിയെ സാക്ഷി നിർത്തിയിട്ട് എന്താ സംഭവിച്ചത്? ഈ ഹാമദിന് പാർലമെന്റിനുള്ളിൽ മരണത്തിന് അലയടിച്ചുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ, അദ്ദേഹം മരിക്കുന്ന സന്ദർഭത്തിൽ ക്രൂരമായിട്ടാണ് നമ്മുടെ ഭരണാധികാരികൾ പെരുമാറിയത് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ അഹമ്മദിന് പോലും അവസാന നിമിഷത്തിൽ ഏൽക്കേണ്ടി വന്ന കാര്യങ്ങൾ ഫാസിസ്റ്റ് ശക്തിയുടെ ക്രൂരതയുടെ ഒടുവിലത്തെ മുഖമായി ഈ അഹമ്മദ് മാറിയ ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് ഉണ്ടായി. സ്വന്തം മക്കൾക്ക്, ഭാര്യക്ക്, സ്വന്തം സഹോദരങ്ങൾക്ക്, സുഹൃത്തുക്കൾക്ക് അവസാന നിമിഷത്തിൽ ഒരു നോക്ക് കാണാൻ പോലും അവസരമൊരുക്കി കൊടുക്കാൻ നമ്മുടെ ഭരണാധികാരികൾ തയ്യാറായില്ല. സോണിയാഗാന്ധിയെ സാക്ഷി നിർത്തിയിട്ടാണ് ഡൽഹിയിലെ ആശുപത്രി കമ്പൗണ്ടിനുള്ളിൽ മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി സോണിയാഗാന്ധിയെ സാക്ഷി നിർത്തിയിട്ടാണ് ഭരണാധികാരികൾ ഈ ക്രൂരത ചെയ്തത്. എന്റെ പാപ്പയെ കാണാൻ അനുവദിക്കണം, എന്റെ നേതാവിനെ കാണാൻ അനുവദിക്കണമെന്ന് പൊട്ടിക്കരിഞ്ഞപ്പോ ആ നേതാവിനെ കാണാനുള്ള അവസരം ഒരുക്കി കൊടുക്കാൻ നമ്മുടെ ഭരണാധികാരികൾ സാധിച്ചിട്ടില്ല. ഇവിടെയാണ് മഹാനായ മഹബൂബ് മില്ലത്ത് ഇബ്രാഹിം സുലൈമാൻ സെട്ടു സാഹിബ് എന്ന മഹാനായ നേതാവിന്റെ പ്രസക്തി. ഇന്ത്യൻ പാർലമെന്റിൽ സെട്ടു സാഹിബ് ഉണ്ടായിരുന്നെങ്കിൽ, ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ സെട്ടു സാഹിബ് ജീവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, ഈ ക്രൂരതക്കെതിരായിട്ട് ഡൽഹിയിൽ മാത്രമല്ല പാർലമെന്റിനകത്തും അതുപോലെ തന്നെ ഇന്ത്യ രാജ്യത്തും വളരെ ശക്തമായിട്ട് നരേന്ദ്രമോദി നീ ചെയ്തത് തെറ്റ് എന്ന ആണത്വത്തോടു കൂടി മഹാനായ ഇബ്രാഹിം സുലൈമാൻ സെട്ടു സാഹിബിന്റെ പിൻഗാമിയാണ് പ്രൊഫസർ മുഹമ്മദ് സുലൈമാൻ സാഹിബ്. മഹാനായ ഇബ്രാഹിം സുലൈമാൻ സെട്ടു സാഹിബിന്റെ കൂടെ നിഴൽ പോലെ പ്രവർത്തിച്ച ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കാലഘട്ടത്തും ഇന്ത്യൻ നാഷണൽ ലീഗ് രൂപീകരണത്തിന് ശേഷമുള്ള കാലഘട്ടത്തും സെട്ടു സാഹിബിന്റെ കൂടെ നിഴൽ പോലെ പ്രവർത്തിച്ച് സെട്ടു സാഹിബിന്റെ പിൻഗാമിയായ പ്രൊഫസർ മുഹമ്മദ് സുലൈമാൻ സാഹിബ് നരേന്ദ്രമോദി ചെയ്തത് തെറ്റ്, ഈ അഹമ്മദോട് ചെയ്തത് ക്രൂരതയാണ്, ഇതിൽ ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട്. ഇന്ത്യ രാജ്യത്തിലെ മതനിരപേക്ഷ ശക്തികൾ ഒന്നടങ്കം പറഞ്ഞു ഈ അഹമ്മദ് തെറ്റ് ചെയ്തത് എന്നുള്ളത്. ആ മതനിരപേക്ഷ ശക്തികളുടെ കൂടെ
അതുപോലെ തന്നെ പ്രൊഫസർ മുഹമ്മദ് സുലൈമാൻ സാഹിബ്, സേട്ടു സാഹിബിന്റെ അനുയായി, അത് പറയുമ്പോ അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് പറയാൻ ഇപ്പൊ ദേശീയ നേതാക്കന്മാരെന്ന് അവകാശപ്പെടുന്ന ആളുകൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെയാണ് മഹാനായ മഹബൂബില്ലത്ത് ഇബ്രാഹിം സുലൈമാൻ സേട്ടു സാഹിബിന്റെ പാരമ്പര്യം ഞങ്ങൾ പിന്തുടരുന്നു എന്ന് പറയുന്നത്. ഇബ്രാഹിം സുലൈമാൻ സേട്ടു സാഹിബിന്റെ അനുയായികൾക്ക് അത് നോക്കി നിൽക്കാൻ സാധിക്കില്ല. സേട്ടു സാഹിബ് അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചത്. സേട്ടു സാഹിബ് അങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തണം എന്ന് പറഞ്ഞിട്ടാണ് ഈ പതാക നമ്മളെ ഏൽപ്പിച്ചത്. അതുകൊണ്ടാണ് പ്രൊഫസർ മുഹമ്മദ് സുലൈമാൻ സാഹിബ് രാഷ്ട്രീയ ശത്രുത ഉണ്ടെങ്കിലും ഭിന്നാഭിപ്രായമുണ്ടെങ്കിലും ചെയ്തത് തെറ്റ് എന്ന് ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. ഇവിടെയാണ് ഇബ്രാഹിം സുലൈമാൻ സേട്ടു സാഹിബിന്റെ ആദർശം. നമുക്കറിയാം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കാലഘട്ടത്തിൽ സേട്ടു സാഹിബിനെ വിമർശിച്ച ആളുകൾ, സേട്ടു സാഹിബിനെ പരിഹസിച്ച ആളുകൾ, പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ അദ്ദേഹം ഇറങ്ങുമ്പോ മഹാനായ സേട്ടു സാഹിബിനെ മുണ്ടുപൊക്കി കാണിച്ച് അപമാനിച്ച ആളുകൾ, അന്ന് സേട്ടു സാഹിബിന്റെ അനുയായികൾ പ്രതിഷേധ ജ്വാലയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അരുത് എന്നാണ് സേട്ടു സാഹിബ് പറഞ്ഞത്. അരുത്. കാലം അവർക്ക് സത്യം മനസ്സിലാകുന്ന ഒരു കാലഘട്ടം ഈ ദുനിയാവിൽ ഉണ്ടാകുമെന്ന് മഹാനായ മഹബൂബില്ലത്ത് അനുയായികളോട് പറഞ്ഞു. ആയിരക്കണക്കിന് ആളുകൾ പ്രതിഷേധവുമായിട്ട് വന്നപ്പോ സേട്ടു സാഹിബ് പറഞ്ഞു, അരുത്. അവർക്ക് സത്യം മനസ്സിലാകുന്ന ഒരു കാലഘട്ടം ഈ ദുനിയാവിൽ ഉണ്ടാകും. സേട്ടു സാഹിബ് പറഞ്ഞത് ശരിയായില്ലേ? സേട്ടു സാഹിബ് പറഞ്ഞത് ശരിയായില്ലേ? ആ കാലഘട്ടം പുലർന്നില്ലേ? ഓരോ സൂര്യനും ഉദിച്ചു, അസ്തമിച്ചു. കാലഘട്ടം ഇങ്ങോട്ട് വന്നു. 2017 എത്തി. 2016 മഹാനായ മഹബൂബില്ലത്തിന്റെ ഫോട്ടോ വെച്ച് ഈ ആളുകൾ വോട്ട് ചോദിക്കുന്ന ഒരവസ്ഥ ഈ ദുനിയാവിൽ കണ്ടില്ലേ? നമ്മള് മഹാനായ സേട്ടു സാഹിബിന്റെ അനുസ്മരണ സമ്മേളനം നടത്തുന്ന ഒരവസ്ഥ ഈ ദുനിയാവിൽ നമ്മൾ കണ്ടില്ലേ? ഈ ലോകത്ത് നമ്മൾ കണ്ടില്ലേ? ഈ ഇന്ത്യ രാജ്യത്ത് നമ്മൾ കണ്ടില്ലേ? ഈ കാസർഗോഡ് ജില്ലയിൽ നമ്മൾ കണ്ടില്ലേ? സേട്ടു സാഹിബിന്റെ പേരിൽ അനുസ്മരണ സമ്മേളനം നടത്തുന്നു. സേട്ടു സാഹിബിന്റെ ഫോട്ടോ വെച്ച് വോട്ട് ചോദിക്കുന്നു. പാർട്ടിയുടെ സംസ്ഥാനം സമ്മേളനം നടക്കുമ്പോ, അതിന്റെ യുവജന വിഭാഗത്തിന്റെ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോ മഹാനായ സേട്ടു സാഹിബിന്റെ പേരിൽ ദുആ നടത്തി സമ്മേളനം ആരംഭിക്കുന്ന ഒരു കാലഘട്ടം ഇന്ത്യ രാജ്യത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് മഹാനായ മഹബൂബില്ലത്ത് ഇബ്രാഹിം സുലൈമാൻ സേട്ടു സാഹിബ് എന്ന ആ വലിയ മനുഷ്യനുണ്ടല്ലോ, ആ വലിയ മനുഷ്യൻ ഈ രാജ്യത്ത് ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന മുദ്രാവാക്യത്തിന്റെ ആദർശത്തിന്റെ പ്രസക്തിയാണ്. സേട്ടു സാഹിബിന്റെ അനുയായിയായി, സേട്ടു സാഹിബിന്റെ അനുയായിയായി ആ പാതയിലൂടെ സഞ്ചരിക്കുമ്പോ ഞങ്ങൾക്ക് നഷ്ടമുണ്ടാകാം. ചിലപ്പോൾ നിയമസഭയുടെ അടുത്ത് പോലും ഞങ്ങൾക്ക് എത്താൻ കഴിഞ്ഞില്ല എന്ന് വരാം, പാർലമെന്റിനകത്ത് പോലും എത്താൻ കഴിഞ്ഞില്ല എന്ന് വരാം. പക്ഷേ നമ്മൾക്കൊക്കെ അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും, മഹാനായ മഹബൂബില്ലത്തിന്റെ അനുയായിയായി ഈ ഭൂമിയിൽ ജീവിച്ചതിൽ അഭിമാനത്തോടു കൂടി ഈ സമൂഹത്തിന്റെ മുന്നിൽ നമുക്ക് പറയാൻ കഴിയും, ഞാൻ സേട്ടു സാഹിബിന്റെ അനുയായിയാണ്, ഞാൻ സേട്ടു സാഹിബിന്റെ അനുയായിയാണ് എന്ന് നമുക്ക് വിളിച്ചു പറയാൻ കഴിയും. അതാണ് സേട്ടു സാഹിബ് അനുയായികൾക്കും സേട്ടു സാഹിബ് രൂപീകരിച്ച പാർട്ടിയുടെ പ്രവർത്തകന്മാർക്കും കിട്ടുന്ന ലാഭം. ഞാൻ എന്റെ പ്രസംഗം ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു സമൂഹമാകെ സേട്ടു സാഹിബിനെ സ്വീകരിച്ചു കഴിഞ്ഞു. സേട്ടു സാഹിബിന്റെ നിലപാടുകൾ ശരിയെന്ന് പറഞ്ഞു. സേട്ടു സാഹിബിന്റെ തെരഞ്ഞെടുപ്പിൽ പോലും സേട്ടു സാഹിബിന്റെ ഫോട്ടം വെച്ച് വോട്ട് ചോദിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് തിരിച്ചു വന്നു. വർഗീയവാദി എന്ന് പറഞ്ഞ ആളുകൾ, തീവ്രവാദി എന്ന് പറഞ്ഞ ആളുകൾ, സേട്ടു സാഹിബ് തീവ്രവാദത്തോടു കൂടി പെരുമാറുന്നു എന്ന് പ്രസംഗിച്ച ആളുകൾ എല്ലാം തന്നെ സേട്ടു സാഹിബിനെ അംഗീകരിക്കേണ്ട ഒരു കാലഘട്ടം വന്നിട്ടുണ്ടെങ്കിൽ മഹാനായ സേട്ടു സാഹിബ് ഒരിക്കലും ഖിയാമത്ത് നാൾ വരെ സേട്ടു സാഹിബിന്റെ ഓർമ്മ ഇന്ത്യ രാജ്യത്തിലെ ജനങ്ങളിൽ ഉണ്ടാകും. തലമുറ കൈമാറി അദ്ദേഹം നമ്മളിൽ ഏൽപ്പിച്ച ഈ പതാകയുണ്ടല്ലോ, ഈ പതാക ആകാശത്തോളം ഞങ്ങൾ ഉയർത്തിപ്പിടിക്കും എന്ന് പറയാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. ഞാൻ എന്റെ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല. ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ഇന്ത്യൻ നാഷണൽ ലീഗിന്റെ പ്രഗത്ഭനായ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അഹമ്മദ് ദേവർഗോവിലാണ്. അഹമ്മദ് ദേവർഗോവിനെ കുറിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. പ്രതിസന്ധി ഘട്ടത്തിൽ ഈ പാർട്ടിയെ പിടിച്ചു നിർത്തിയ കേരള സംസ്ഥാനത്തും ഇന്ത്യ രാജ്യത്തും മഹാനായ മഹബൂബില്ലത്ത് ഈ രാജ്യത്ത് ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം, ആ മുദ്രാവാക്യവും മുന്നോട്ട് പോയി സേട്ടു സാഹിബിന്റെ പാർട്ടിയെ പണയം വെക്കാൻ ശ്രമിച്ചപ്പോ
കേരള സംസ്ഥാനത്തും ഇന്ത്യ രാജ്യത്തും ഇടപെടലുകൾ നടത്തി സേട്ടു സാഹിബിന്റെ പാർട്ടിയെ പിടിച്ചു നിർത്തിയ ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയുന്ന ഞങ്ങൾ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അഹമ്മദ് ദേവർകോവിലാണ് ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം ഇവിടെ നിർവഹിക്കുന്നത്. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന അഖിലേന്ത്യാ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ഇക്ബാൽ സഫർ അവർകൾ, ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ ഇവിടെ എത്തിയ ഇന്ത്യൻ നാഷണൽ ലീഗിന്റെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് അഡ്വക്കേറ്റ് ഇക്ബാൽ സഫർ ബീഹാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ജാർഖണ്ഡ് സംസ്ഥാന പ്രസിഡന്റ് INL-ന്റെ ദേശീയ നേതാവുമായ മുഹമ്മദ് മുഹിദ്ദീൻ ആലം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് INL-ന്റെ കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് MTP അബ്ദുൽ ഖാദർ സാഹിബാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന INL-ന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ, കാസർഗോഡ് ജില്ലയിൽ ഞങ്ങൾക്ക് അഭിമാനിക്കാൻ കഴിയുന്ന കാസർഗോഡ് രാഷ്ട്രീയ വേദിയിലെ തറവാട്ട് കാരണവർ ബഹുമാന്യനായ KS ഫക്രുദ്ദീൻ ഹാജി സാഹിബ് അവരുകളെ സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയിൽ സംബന്ധിക്കേണ്ട MA ലത്തീഫ് സാഹിബ് അദ്ദേഹത്തിൻ്റെ മരുമകൻ്റെ കല്യാണത്തിന് അതുകൊണ്ട് ഇവിടെ എത്തിയിട്ടില്ല. സംസ്ഥാന സെക്രട്ടറി MA ലത്തീഫിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ മൊയ്തീൻ കുഞ്ഞി കളനാട്, ജില്ലാ ട്രഷറർ സഫറുല്ലാ ഹാജി പട്ടേൽ, NLU-യുടെ ജില്ലാ പ്രസിഡന്റ് CMA ജലീൽ, INL-ന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് മുസ്തഫ തോരവളപ്പ്, നാഷണൽ യൂത്ത് ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ് റഹീം ബണ്ടിച്ചാൽ, IMCC
കുവൈത്ത് കമ്മിറ്റി, മെഹബൂബ മില്ലത്ത് ചാരിറ്റബിൾ ട്രസ്റ്റിന് ഏൽപ്പിക്കുന്ന 3 പൗണ് സ്വർണത്തിൻ്റെ പണം ഇവിടെ ഏൽപ്പിക്കാനെത്തിയ IMCC കുവൈറ്റ് വൈസ് പ്രസിഡന്റ് ഹമീദ് മധൂർ, ഇവിടെ നന്ദി പ്രകാശനം നടത്തുന്ന CA അബ്ദുറഹ്മാൻ തുടങ്ങിയ എല്ലാ നേതാക്കളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അനുസ്മരണ സമ്മേളനം കഴിഞ്ഞ ഉടനെ തന്നെ അബ്ദുൽ വഹാബ് നെയ്മി കൊല്ലം അവരുടെ മതപ്രഭാഷണം ഉണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷം കൂട്ടപ്രാർത്ഥന സയ്യദ് സുയൽ അസ്കാബ് മണക്കര തങ്ങൾ അവരുടെ കൂട്ടപ്രാർത്ഥനയും ഉണ്ടായിരിക്കുന്നതാണ്. ഈ പരിപാടിയിൽ അധ്യക്ഷ വഹിക്കുന്നതിന് വേണ്ടിയിട്ട് ബഹുമാന്യനായ ജില്ലാ വൈസ് പ്രസിഡന്റ് MTP അബ്ദുൽ ഖാദർ സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് INL-ന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രൊഫസർ AP അബ്ദുൽ വഹാബ് നിരന്തരമായി മദ്രാസിലും അതുപോലെ തന്നെ മറ്റ് പരിപാടികളിലും സംബന്ധിച്ച് സമയം ലേറ്റായി ഇതിന് കാരണം ഇവിടെ ഇപ്പോഴെത്താൻ സാധിച്ചിട്ടില്ല. നാളെ രാവിലെ അദ്ദേഹം എത്തുന്നതാണ്, മഹർ പരിപാടിയിൽ സംബന്ധിക്കുന്നതാണ്. അതുപോലെ തന്നെ പ്രൊഫസർ മുഹമ്മദ് സുലൈമാൻ സാഹിബ് നാളെ രാവിലെ എത്തുന്നതാണ്. ഞാൻ എൻ്റെ സ്വാഗത പ്രസംഗം നീട്ടുന്നില്ല. അധ്യക്ഷ സ്ഥാനത്തേക്ക് MTP അബ്ദുൽ ഖാദർ അവരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അഭിവന്യരായ ഇന്ത്യൻ നാഷണൽ ലീഗിൻ്റെ അഖിലേന്ത്യാ നേതാക്കന്മാരെ, അതുപോലെ ഈ സ്റ്റേജിൽ ഉപവിഷ്ടരായ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഇബ്രാഹിം സുലൈമാൻ സേഠ് സാഹിബ് അനുസ്മരണം നാം കൊണ്ടാടുമ്പോൾ 2.5 പതിറ്റാണ്ട് മുമ്പ് സേഠ് സാഹിബ് ഈ കേരളത്തിലെ ഇന്ത്യയിലെ മുസ്ലിം സമൂഹ ന്യൂനപക്ഷ രാഷ്ട്രീയത്തിൻ്റെ മുമ്പിൽ ഒരു കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുകയുണ്ടായി. 2.5 പതിറ്റാണ്ട് കാലം വരെ തൻ്റെ ഒരു പുരുഷായുസ് ജീവിതകാലം മുഴുവനും അദ്ദേഹം ഒരു മതാധിഷ്ഠിത രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സേഠ് സാഹിബ് അന്ന് പ്രഖ്യാപിച്ചു, ഇന്ത്യ രാജ്യത്ത് മതാധിഷ്ഠിത രാഷ്ട്രീയത്തിൻ്റെ കാലഘട്ടം കഴിഞ്ഞുവെന്നും മതനിരപേക്ഷ ശക്തികളോടൊപ്പം ഇന്ത്യയിലെ പിന്നോക്ക ന്യൂനപക്ഷങ്ങളുടെ ശാക്തീകരണവും കൂടിയാണ് ഇനി ലക്ഷ്യം വെക്കേണ്ടതെന്നും അങ്ങനെ ഒരു മതേതര പാർട്ടിക്ക് രൂപം നൽകുകയും ചെയ്യുകയുണ്ടായി സേഠ് സാഹിബ്. അന്ന് സേഠ് സാഹിബിൻ്റെ കാഴ്ചപ്പാടുകളെ വിമർശിച്ചവരുണ്ടായിരുന്നു. പക്ഷേ ആ കാലഘട്ടത്തിൻ്റെ ക്യാൻവാസിൽ വരച്ചുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങൾ സേഠ് സാഹിബിൻ്റെ കാഴ്ചപ്പാടുകൾ യാഥാർത്ഥ്യവും ബുദ്ധിപൂർവവുമായിരുന്നു എന്ന് പിന്നീട് തെളിയിക്കുന്നത് നാം കണ്ടു. പശുവിൻ്റെയും പോത്തിൻ്റെയും പേരിൽ ഇന്ത്യയിലെ രാഷ്ട്രീയ അധികാരത്തെ പകുത്തെടുക്കുന്ന വർഗീയ ശക്തികൾ ഇന്ത്യ രാജ്യത്ത് അധികാരത്തിൽ പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്നു. ഫാസിസത്തിൻ്റെ സമഗ്രാധിപത്യത്തിന് കീഴിൽ ഇന്ത്യ നെരിഞ്ഞമർന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു നെടുനിശ്വാസം പോലും അർപ്പിക്കാൻ കഴിയാതെ പിടയുന്ന സമൂഹമായി നമുക്ക് മാറേണ്ടി വരുന്നു. 2.5 പതിറ്റാണ്ട് മുമ്പ് സേഠ് സാഹിബ് പറഞ്ഞത് ഓരോ കാര്യങ്ങളായി പുലർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മഹാനായ സേഠ് സാഹിബിൻ്റെ കാഴ്ചപ്പാടുകളുടെ യാഥാർത്ഥ്യങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. എന്തായിരുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഇന്നലകളും ഇന്നും എന്ന് പരിശോധിച്ചാൽ, മതത്തിൻ്റെ പേരിൽ നാം ഒരു രാഷ്ട്രം സൃഷ്ടിച്ചു, മുസ്ലിം ലീഗ് പാകിസ്ഥാൻ. അവിടെ പള്ളികളിൽ പോലും ബോംബ് പൊട്ടുന്ന അരക്ഷിതാവസ്ഥയാണ് പിന്നീട് നമുക്ക് കാണേണ്ടി വന്നത്. ഹിന്ദുവിൻ്റെ പേരിൽ ലോകത്ത് നിലനിൽക്കുന്ന ഏക ഹിന്ദു രാഷ്ട്രമായ നേപ്പാളിൽ നിന്ന് കൂടി രക്ഷപ്പെടാൻ വേണ്ടി ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ഇതിൻ്റെ എല്ലാം മധ്യേ മതനിരപേക്ഷത കൊണ്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെയും ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും
ഇന്ത്യ, ആ ഇന്ത്യ സുന്ദരമായ ഒരു രാജ്യമായി നിലനിൽക്കുമ്പോൾ ആ രാജ്യത്തിൻ്റെ ഭരണസിരാകേന്ദ്രത്തെ മതാധിഷ്ഠിത രാഷ്ട്രീയത്തിൻ്റെ വർഗീയ ശക്തികളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് വലിയ പങ്ക് വഹിച്ചത് കോൺഗ്രസ് ആയിരുന്നു ഈ രാജ്യത്ത്. ബാബരി മസ്ജിദിന്റെ തകർച്ച വരെ ഇന്ത്യയിലെ ന്യൂനപക്ഷ സമൂഹം വിശ്വാസമർപ്പിച്ചിരുന്ന കോൺഗ്രസ് മെല്ലെ മൃദുഹിന്ദുത്വ സമീപനത്തിലേക്ക് മാറി നിൽക്കുകയും ബാബരി മസ്ജിദ് തകർക്കാൻ അവസരമൊരുക്കുകയും ചെയ്തു. ആ അവസരം മുതലെടുത്തുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് വർഗീയ ഫാസിസ്റ്റുകളുടെ കടന്നുകയറ്റമുണ്ടായപ്പോൾ അതിന് വേഗത കൂട്ടുന്ന വളമായി ഈ രാജ്യത്ത് മുസ്ലിം ലീഗ് മാറി. മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ സംഘടിത ശക്തി മുസ്ലിം ലീഗാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ രാജ്യത്ത് ഹൈന്ദവ വർഗീയതയുടെ ധ്രുവീകരണത്തിന് BJPക്ക് എളുപ്പം സാധിച്ചു. അങ്ങനെ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണസിരാകേന്ദ്രത്തിൽ പിടിയമർന്നു കഴിഞ്ഞപ്പോൾ അവരുടെ തനി സ്വഭാവം പുറത്തെടുക്കാൻ തുടങ്ങി. അത് പശുവിൻ്റെയും പോത്തിൻ്റെയും രൂപത്തിൽ ഈ രാജ്യത്ത് പ്രതിഫലിക്കുന്ന അവസ്ഥാവിശേഷമുണ്ടായി. ഇനി സമുദായത്തിൻ്റെ പേരിൽ നേടിയ പാർട്ടിയുടെ കഥയാണെങ്കിലോ നമുക്കറിയില്ലേ, നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ റംല എന്ന് പറയുന്ന ഒരു അറബിക് ടീച്ചർ 9 വർഷം നിയമനം അംഗീകരിക്കാത്തതിൻ്റെ പേരിൽ ശമ്പളം കിട്ടാതെ നെടുനീർപ്പിൻ്റെ നിശ്വാസം ഇട്ടുകൊണ്ട് ഒരുപാട് പ്രാവശ്യം എൻ്റെ റബ്ബേ എന്ന് വിളിച്ചു. പക്ഷേ റബ്ബ് കനിഞ്ഞില്ല എന്ന് മാത്രമല്ല, ആ സ്ത്രീയുടെ നിയമനം അംഗീകരിക്കുന്നതിന് വേണ്ടി ഏതാനും ഒരാഴ്ചക്ക് മുമ്പ് ഈ രാജ്യത്ത് മതവും ദൈവവുമില്ലാത്ത, ചാത്തനും പോത്തനുമില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാരൻ്റെ നേതാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ വന്നതിന് ശേഷം കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പാണ് ആ സ്ത്രീയുടെ നിയമനം അംഗീകരിക്കുകയും ആ സ്ത്രീക്ക് നഷ്ടപ്പെട്ട ആനുകൂല്യങ്ങൾ മുഴുവൻ നൽകാൻ ഓർഡറിടുകയും ആ സ്ത്രീയുടെ നിയമനത്തെ വൈകിപ്പിച്ച ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ അന്വേഷണത്തിനും നിയമ നടപടിക്കും ഉത്തരവിടുകയും ചെയ്തത്. നമുക്ക് മതത്തിൻ്റെ പേരുള്ള രാഷ്ട്രീയത്തിൻ്റെയും മതത്തിൻ്റെ പേരുള്ള രാഷ്ട്രത്തിൻ്റെയും കഥകളാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എൻ്റെ വാക്കുകൾ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. നമുക്ക് നേട്ടങ്ങളും കോട്ടങ്ങളേക്കാൾ വലുത് ഈ രാജ്യത്ത് തലമറക്കുന്നതിനെതിരായിക്കൊണ്ട് ഹിജാബിന് വേണ്ടി പ്രകടനം നടത്തുന്ന മുസ്ലിം സ്ത്രീകളെ നാം കണ്ടു. നമ്മളപ്പോൾ ആലോചിക്കേണ്ടത് ഹിജാബ് തലയിലിടണമെങ്കിൽ കഴുത്തിന് മീതെ തല വേണമെന്നുള്ള ഓർമ്മ നമ്മുടെ സഹോദരന്മാർക്കും സഹോദരിമാർക്കും ഉണ്ടാവണം. 9 വയസ്സുള്ള മദ്രസയിലേക്ക് പോകുന്ന പിഞ്ചു കുഞ്ഞിൻ്റെ കഴുത്തറത്ത് കൊല്ലാനും 4-5 കിലോമീറ്റർ ദൂരത്ത് ഊരിപ്പിടിച്ച കത്തി കൊണ്ട് ഓടി ചൂരിയിലെ പള്ളിയിലെ മുഅദ്ദിനെ കൊന്നെടുക്കാനും കഴിയുന്ന ഒരു വർഗീയ വികാരം ഇവിടെ ഉണ്ടാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും കുത്തിയൊലിച്ചു പോകുന്ന അത്രമാത്രം വലിയൊരു വികാരം സൃഷ്ടിക്കാൻ വേണ്ടിയാണ് നിശബ്ദമായ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ ആത്യന്തിക ഫാസിസ്റ്റ് ശക്തികൾ ശ്രമിക്കുന്നത് എന്നുള്ള തിരിച്ചറിവുണ്ടാവണം. അതിനെ തടയിടാൻ ഈ രാജ്യത്ത് മതനിരപേക്ഷമായ കൂട്ടായ്മക്ക് മാത്രമേ സാധിക്കൂ. ആ മതനിരപേക്ഷമായ ഒരു കൂട്ടായ്മയാണ് 2.5 പതിറ്റാണ്ട് മുമ്പ് മഹാനായ ഇബ്രാഹിം സുലൈമാൻ സേഠ് സാഹിബ് ഞങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചത്. ആ ആശയവുമായി ഞങ്ങൾക്ക് മുമ്പോട്ട് പോകുമ്പോൾ നഷ്ടപ്പെടാൻ മാത്രമേ മുമ്പിലുണ്ടാവുകയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ആ നഷ്ടപ്പെടലുകൾ നേടാൻ തയ്യാറായ ഹൃദയവുമായിട്ടാണ് ഞങ്ങൾ ജനങ്ങളെ സമീപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയൊരു 22 വർഷക്കാലവും ഞങ്ങൾ ഒന്നുമല്ലാതായി തീർന്നിട്ടുണ്ടെങ്കിലും മഹാനായ സേഠ് സാഹിബ് 2.5 പതിറ്റാണ്ട് മുമ്പ് ഞങ്ങളോട് വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ ഈ രാജ്യത്തെ സമൂഹത്തിൻ്റെ മുമ്പിൽ ഉണർത്തിക്കൊണ്ടേയിരിക്കും. അത് ഞങ്ങളുടെ ബാധ്യതയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ ബാധ്യത നിറവേറ്റുന്ന സമൂഹം ഈ സമൂഹത്തിൽ എന്നും ജീവിച്ചിരിപ്പുണ്ടാവും എന്നുള്ള പ്രത്യാശയോടുകൂടി ഞാൻ എൻ്റെ അധ്യക്ഷ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. അടുത്തായി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അഹമ്മദ് ദേവർകോവിലിനെ ക്ഷണിച്ചു കൊണ്ട് ഞാൻ വിരമിക്കുന്നു. ജയ് നാഷണൽ ലീഗ്. പ്രിയങ്കരനായ യോഗാധ്യക്ഷൻ MTP അബ്ദുൽ ഖാദർ സാഹിബ്,
അഗൈനൂർ ജില്ലാ ജനറൽ സെക്രട്ടറി അസീസ് കടപ്പുറം, സംസ്ഥാന വൈസ് പ്രസിഡന്റ് KS ഫക്രുദ്ദീൻ സാഹിബ്, മൊയ്തീൻ കുഞ്ഞി കളനാട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സഫറുൽ ഹാജി പട്ടേൽ, CMA ജലീൽ, മുസ്തഫ തോരവളപ്പ്, റഹീം ബണ്ടിച്ചാൽ, IMCC കുവൈറ്റ് വൈസ് പ്രസിഡന്റ് ഹമീദ് മധൂർ, ഇൽറ്റക് അബ്ദുല്ല സാഹിബ്, പ്രിയപ്പെട്ട നാഷണൽ ലീഗിൻ്റെ അഖിലേന്ത്യാ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ഇക്ബാൽ സഫർ സാഹിബ്, നാഷണൽ ലീഗിലെ ജാർഖണ്ഡ് സംസ്ഥാന പ്രസിഡന്റ് മൊയ്നുദ്ദീൻ സാഹിബ്, സ്റ്റേജിൽ ഉപവിഷ്ടരായ പ്രമുഖ നേതാക്കളെ, വിശിഷ്ട വ്യക്തിത്വങ്ങളെ, നല്ലവരായ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, പടന്നക്കാട് എന്ന കൊച്ചു ഗ്രാമം കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ഒരുപക്ഷെ ലോകത്തിൻ്റെയും രാഷ്ട്രീയ നെറുകയിലേക്ക് ചാർത്തപ്പെടുന്ന ഒരു ദിനമാണ് ഇന്ന്, അല്ലെങ്കിൽ നാളെ ഇവിടെ നടക്കുന്ന പരിപാടികൾ. ഒരു പ്രദേശത്തിൻ്റെ കണ്ണീരൊപ്പാനുള്ള, കൈലേസായി മാറാനുള്ള ഉജ്ജ്വലമായ ഒരു തീരുമാനത്തിൻ്റെ പ്രതീകങ്ങളായി മാറിയ മെഹറിൻ്റെ സംഘാടകരെ എങ്ങനെ അഭിനന്ദിക്കണം എന്നെനിക്കറിയില്ല. വിവാഹപ്രായം കഴിഞ്ഞ് വിവാഹം നടത്തിക്കൊടുക്കാൻ ആളില്ലാതെ അതിനുള്ള സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ കണ്ടെത്തി വിവാഹത്തിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുക എന്ന് പറയുന്ന വലിയ പുണ്യമാണ് ഈ പ്രദേശത്തെ പ്രവർത്തകന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തലചായ്ക്കാൻ ഇടമില്ലാത്ത ആയിരങ്ങളുള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ പ്രദേശത്തെ അർഹരിൽ അർഹരായ ആളുകളെ കണ്ടെത്തി അവർക്ക് ബൈത്തുന്നൂർ പദ്ധതി പ്രകാരം വീടുകൾ നിർമ്മിച്ചു കൊടുക്കാനുള്ള ശ്രമങ്ങളും കഴിഞ്ഞ വർഷങ്ങളോ പോലെ തന്നെ ഈ വർഷവും നടത്തി വരുന്നു എന്നത് സന്തോഷകരമായ ഒരു വസ്തുതയാണ്. രാഷ്ട്രീയ പ്രവർത്തനം ഇബാദത്താക്കി മാറ്റണം എന്ന് പറഞ്ഞ ഒരു നേതാവ് ഈ ലോകത്തുണ്ടായിരുന്നു. ആ നേതാവിൻ്റെ ചരമദിനമാണ് ഏപ്രിൽ മാസം 27-ാം തീയതി കടന്നുപോയത്. അദ്ദേഹമായിരുന്നു ഇന്ത്യൻ പാർലമെൻറ്റിനെ പിടിച്ചു കുലുക്കിയ, ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളുടെ ആശയും ആവേശവുമായിരുന്ന മഹാനായ മെഹബൂബ് മില്ലത്ത് ഇബ്രാഹിം സുലൈമാൻ സൊട്ടു സാഹിബ്. രാജ്യത്തിൻ്റെ അഷ്ടദിക്കുകളിൽ നിന്നും വർഗീയ കോമരങ്ങൾ അഴിഞ്ഞാടുമ്പോൾ ഇന്ത്യൻ മതേതരത്വത്തിന് ഘടകവിരുദ്ധമായ പ്രവർത്തനങ്ങളുമായി സംഘപരിവാർ ശക്തികൾ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയിൽ ആഞ്ഞു വീശിക്കൊണ്ടിരിക്കുന്ന വർഗീയ കലാപങ്ങളിൽ പലപ്പോഴും അവരെ സമാശ്വസിപ്പിക്കാൻ ആരുമില്ലാത്ത ഒരവസ്ഥയിൽ സൊട്ടു സാഹിബ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പലരും ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇബ്രാഹിം സുലൈമാൻ സൊട്ടു സാഹിബ് എന്ന് പറയുന്ന ആ വലിയ മനുഷ്യൻ ഇന്ത്യ രാജ്യത്ത് നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനത്തിൽ നിന്ന് വളർന്ന് വന്ന് കേരളത്തിലൂടെ വിദ്യാഭ്യാസ രാഷ്ട്രീയ പ്രവർത്തന മണ്ഡലങ്ങളിലൂടെ കയറി കേരള സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെയും ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെയും നേതൃപദവിയിൽ അലങ്കൃതമാവുകയും ദീർഘകാലം ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറിയും ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റും മുസ്ലിം ലീഗിൻ്റെ പാർലമെൻ്ററി പാർട്ടി ലീഡറും ഒക്കെയായി പ്രവർത്തിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞു പോവുകയുണ്ടായി. നിരവധി രാഷ്ട്രീയ നേതാക്കന്മാരെ സംഭാവന ചെയ്ത രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. നമ്മുടെ കൊച്ചു പ്രദേശങ്ങളിൽ പോലും ഒരു പഞ്ചായത്ത് മെമ്പറായാൽ അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റായാൽ ലക്ഷങ്ങളും കോടികളും വാരിക്കൂട്ടുന്ന ഏറ്റവും വലിയ ബിസിനസ് ആക്കി ആ രാഷ്ട്രീയത്തെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ദീർഘകാലം ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച് മരിച്ച മഹാനായ മെഹബൂബ് മില്ലത്ത് ഇബ്രാഹിം സുലൈമാൻ സൊട്ടു സാഹിബ് ഒരു ഫക്കീറായി ഈ ലോകത്തോട് വിട പറഞ്ഞു പോയത് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ദീർഘകാലം ഇന്ത്യൻ പാർലമെൻറ്റിൽ അദ്ദേഹം പ്രതിനിധീകരിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ പ്രമുഖന്മാരായ പ്രധാനമന്ത്രിമാർക്കൊപ്പം പാർലമെൻറ്റിൽ ഇരിക്കാനുള്ള ഭാഗ്യം സൊട്ടു സാഹിബിന് ലഭിച്ചിട്ടുണ്ട്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനോടൊപ്പം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ശ്രീമതി ഇന്ദിരാഗാന്ധിയോടൊപ്പം ഒന്നിച്ച് പാർലമെൻറ്റിൽ ഇരിക്കാൻ അദ്ദേഹത്തിന് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. രാജീവ് ഗാന്ധിയോടൊപ്പം ഒന്നിച്ച് പാർലമെൻറ്റിൽ ഇരിക്കാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് സിദ്ധിച്ചിട്ടുണ്ട്. അവസാനത്തെ കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രി നരസിംഹറാവുവിനോടൊപ്പം പാർലമെൻറ്റിൽ ഇരിക്കാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. കുട്ടികളെപ്പോലെ നിഷ്കളങ്കമായ ഒരു ഹൃദയത്തിൻ്റെ ഉടമയായിരുന്നു മഹാനായ ഇബ്രാഹിം സുലൈമാൻ സൊട്ടു. ഏറ്റവും വലിയ നേതൃനിരയിലുള്ളവർക്ക് ഒരു സുഹൃത്തായി അദ്ദേഹത്തെ തോന്നുമ്പോൾ തന്നെ കൊച്ചു കുട്ടികൾ അദ്ദേഹത്തിൻ്റെ മടിയിൽ കയറി കളിക്കുമായിരുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സ്വന്തം മക്കൾക്ക് ഉന്നതമായ വിദ്യാഭ്യാസം നേടിക്കൊടുക്കാൻ അദ്ദേഹം ശ്രമിച്ചുവെങ്കിലും
രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം മക്കൾക്ക് ഒന്നും അദ്ദേഹം നേടിക്കൊടുത്തില്ല എന്നതാണ് പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ മക്കൾ പോലും അദ്ദേഹത്തിനെതിരായി ചിന്തിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായത് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. സ്വന്തം ഭാര്യയുടെ ഉദരത്തിൽ പിറന്ന മക്കളെക്കാൾ ഉപരി രാജ്യത്തിൻ്റെ മക്കളെ തൻ്റെ മക്കളായി ദത്തെടുക്കുകയായിരുന്നു ഇബ്രാഹിം സുലൈമാൻ സേഠ് സാഹിബ് എന്ന വലിയ മനുഷ്യൻ ചെയ്തത് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. വാർദ്ധക്യം കാർന്നു തിന്നുമ്പോഴും ഹൃദയ സംബന്ധമായ രോഗങ്ങൾ കൊണ്ട് വീർപ്പ് മുട്ടുമ്പോഴും അദ്ദേഹം ഇന്ത്യയുടെ ഗ്രാമാന്തരങ്ങളിലേക്ക് ഓടിച്ചെന്നു. ഇന്ത്യയിലെ മർദ്ദിക്കപ്പെടുന്ന ജനവിഭാഗത്തിൻ്റെ കണ്ണീരൊപ്പുന്ന കൈലേസായി അദ്ദേഹം വിരാജിച്ചു. വർഗീയ കലാപങ്ങൾ താണ്ഡവമാടിയ പ്രദേശങ്ങളിലേക്ക് ഗവൺമെൻറ്റിൻ്റെ വിലക്കുകൾ ലംഘിച്ചുകൊണ്ട്, പോലീസുകാരൻ്റെ വിലക്കുകൾ ലംഘിച്ചുകൊണ്ട്, സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് ഇബ്രാഹിം സുലൈമാൻ എന്ന് പറയുന്ന വലിയ മനുഷ്യൻ ഓടിക്കിതച്ചു ചെന്നുകൊണ്ട് വാരിപ്പിടിച്ച് കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, അവർക്ക് മുത്തം കൊടുത്തുകൊണ്ട് പറഞ്ഞു, മക്കളെ നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. അവരെ സമാശ്വസിപ്പിക്കാൻ, അവരോടൊപ്പം അന്തി ഉറങ്ങാൻ സേഠ് സാഹിബ് തയ്യാറായി. പലപ്പോഴും പാതിരാത്രിയിൽ പൊട്ടിക്കരയുന്ന ഇബ്രാഹിം സുലൈമാൻ സേഠ് സാഹിബിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒന്നിച്ച് കിടക്കുമ്പോൾ പലപ്പോഴും അത്തരം അനുഭവം ഉണ്ടായിട്ടുണ്ട്. എന്ത് സേഠ് സാഹിബ് അങ്ങ് പാതിരാത്രിയിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ സേഠ് സാഹിബ് പറയും, ആസാമിലെ എൻ്റെ സമുദായത്തിൻ്റെ മക്കൾക്ക് പുതപ്പില്ലാതെ ഉറങ്ങാൻ കഴിയുന്നില്ല, അവർ വിറച്ചുകൊണ്ടിരിക്കുന്നു, എനിക്കെങ്ങനെ ഇവിടെ AC റൂമിലിരുന്ന് ഉറങ്ങാൻ കഴിയും എന്ന് അദ്ദേഹം ചോദിക്കാറുണ്ടായിരുന്നു. രാഷ്ട്രീയത്തിൽ നമുക്കറിയാം, ഒരു പ്രാവശ്യം MP ആയി പാർലമെൻറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പാർലമെൻറ്റിലെ രാഷ്ട്രീയ കാലുമാറ്റങ്ങൾക്ക് അനുസൃതമായ നിലപാട് സ്വീകരിച്ച ലക്ഷങ്ങളും കോടികളും വാരി വിതരപ്പെടുമായിരുന്ന ഒരു രാഷ്ട്രീയ കാലഘട്ടത്തിൽ സത്യസന്ധമായ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാൻ ഇബ്രാഹിം സുലൈമാൻ സേഠ് സാഹിബ് എന്ന വലിയ മനുഷ്യന് സാധിച്ചിരുന്നു. ഉറുദു, ഇംഗ്ലീഷ് ഭാഷകളിൽ അനായാസമായി പ്രസംഗിക്കാനും ലേഖനങ്ങൾ എഴുതാനും ഉജ്ജ്വലമായി തൻ്റെ വാക്ക് സാമർഥ്യം കൊണ്ട് ബഹുജനങ്ങളെ കയ്യിലെടുക്കകത്ത് അമ്മാനമാടാനും ഇബ്രാഹിം സുലൈമാൻ സേഠ് സാഹിബ് എന്ന വലിയ മനുഷ്യന് സാധിച്ചിരുന്നു. നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ സൂക്ഷിക്കുന്ന വലിയ ചില സംഭവങ്ങളെ എൻ്റെ ഓർമ്മയിലേക്ക് തികട്ടി വരികയായിരുന്നു. ഷാബാനു കേസുമായി ബന്ധപ്പെട്ട് ഇന്ത്യ രാജ്യത്ത് ശരീഅത്തിനെതിരായി കയ്യേറി നടക്കുന്ന എന്ന രീതിയിൽ ഒരു വലിയ വിപ്ലവം പൊട്ടിപ്പുറപ്പെടുകയുണ്ടായി. ആ ഷാബാനു കേസുമായി ബന്ധപ്പെട്ട് ഇന്ത്യ രാജ്യത്തെ ശരീഅത്ത് സംരക്ഷണത്തിനു വേണ്ടി ഇറങ്ങിപ്പുറപ്പെടാൻ ഒരു വലിയ രാഷ്ട്രീയ ശക്തി ഇന്ത്യ രാജ്യത്തുണ്ടായില്ല. പക്ഷേ ഇന്ത്യൻ പാർലമെൻ്റ് അകത്ത് മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധികളായി രണ്ട് പ്രതിനിധികളുണ്ടായിരുന്നു, ഇബ്രാഹിം സുലൈമാൻ സേഠ് സാഹിബും ദിവംഗതനായ GM ബനാത്ത് വാല സാഹിബ്. പക്ഷേ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ നിലപാടിന് അനുസൃതമായി ഇന്ത്യയിലെ ശരീഅത്തിനെ കളങ്കപ്പെടുത്താത്ത രീതിയിലുള്ള ഒരു നിയമനിർമ്മാണം ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിനെ കൊണ്ടെടുപ്പിക്കാൻ ഈ രണ്ട് വ്യക്തിത്വങ്ങൾക്ക് സാധിച്ചു എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. നമുക്കറിയാമെന്ന് CT ഉഷിയെ പോലും പിന്നിലാക്കുന്ന തരത്തിലാണ് ഇബ്രാഹിം സുലൈമാൻ സേഠ് സാഹിബ് എന്ന് പാർലമെന്റ് ചേംബറിലേക്ക് ഓടിപ്പോയത്. അദ്ദേഹത്തിൻ്റെ പ്രായം അദ്ദേഹം മറന്നുപോയി എന്ന് ഇംഗ്ലീഷ് വാരിക എന്ന് ലേഖനം എഴുതുകയുണ്ടായി. ഒരു കയ്യിൽ പരിശുദ്ധ ഖുർആനും മറുകൈയിൽ ഇന്ത്യയുടെ ഭരണഘടനയും പിടിച്ചുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റിനെ ഞെട്ടിത്തെറിപ്പിച്ചുകൊണ്ടുള്ള ഉജ്ജ്വലമായ പ്രഭാഷണവുമായി ഇബ്രാഹിം സുലൈമാൻ എന്ന് പറയുന്ന വലിയ മനുഷ്യൻ ആ പാർലമെന്റിനകത്ത് ഗർജിച്ചപ്പോൾ ഇന്ത്യൻ പാർലമെന്റ് കിടുകിടാ വിറച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഉദ്ധരണികൾക്കനുസൃതമായി ഇബ്രാഹിം സുലൈമാൻ സേഠ് സാഹിബിനോട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞു, സേഠ് സാഹിബ് അങ്ങ് അടങ്ങൂ, അങ്ങയുടെ താല്പര്യത്തിനനുസൃതമായ ഒരു നിയമനിർമ്മാണം ഞങ്ങൾ കൊണ്ടുവരും എന്ന് പറയുകയും അത് നടപ്പിലാക്കാൻ സാധിക്കുകയും ചെയ്തത് ഇബ്രാഹിം സുലൈമാൻ സേഠ് എന്ന് പറയുന്ന വലിയ മനുഷ്യന്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു സംഭവമാണ് എന്ന കാര്യം നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, രാജ്യത്തിൽ അങ്ങോളം ഇങ്ങോളം താട എന്ന കരിനിയമം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളൊക്കെ ഒന്നായി പിടിച്ചുകൊണ്ടുപോയി ലോക്കപ്പിലിട്ട് ജയിലറക്കുള്ളിലേക്ക് തള്ളിവിട്ടപ്പോൾ അതിനെതിരായി ശക്തമായ സമരം നയിക്കാൻ ഇബ്രാഹിം സുലൈമാൻ സേഠ് സാഹിബ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. അടിയന്തരാവസ്ഥയുടെ കരാള ഭീകരമായ ഒരു കാലഘട്ടം. അന്ന് ഡൽഹിയിലെ ഇബ്രാഹിം സുലൈമാൻ സേഠ് സാഹിബിൻ്റെ വീട്ടിന് മുമ്പിലേക്ക് ഒരു കാർ വന്ന് നിൽക്കുന്നു. ആ കാറിൽ അദ്ദേഹത്തിൻ്റെ MP ക്വാർട്ടേഴ്സിലേക്ക് ആ കാറിൽ വന്ന് ഇറങ്ങി വന്നത് RK ധവാനായിരുന്നു. കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന RK ധവാനായിരുന്നു. ധവാൻ ഇബ്രാഹിം സുലൈമാൻ സേഠ് സാഹിബിനോട് പറഞ്ഞു, പ്രധാനമന്ത്രിക്ക് അടിയന്തരമായി നിങ്ങളെ കാണണം, അങ്ങയെ കൂട്ടിക്കൊണ്ടുപോകാനാണ് ഞാൻ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു. സേഠ് സാഹിബ് പറഞ്ഞു, ഞാനൊന്ന് കുളിച്ച് ഡ്രസ്സ് മാറി വരാം. അദ്ദേഹം പറഞ്ഞു, പറ്റില്ല, പെട്ടെന്ന് വരണം. അങ്ങോട്ട് ചെന്നപ്പോഴാണ് അറിഞ്ഞത് മൊറാദാബാദിൽ വമ്പിച്ച കലാപം നടക്കുകയാണ്. ഇബ്രാഹിം സുലൈമാൻ സേഠ് സാഹിബിനോട് ഇന്ദിരാഗാന്ധി പറഞ്ഞു മൊറാദാബാദിൽ ചില അക്രമികൾ അവിടെ കുഴപ്പമുണ്ടാക്കുകയുണ്ടായി, പോലീസിന് ചില നടപടികൾ ചെയ്യേണ്ടി വന്നു, സേഠ് സാഹിബ് വിചാരിച്ചാൽ മാത്രമേ അത് നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ സേഠ് സാഹിബ് പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞു, ഇല്ല, അവിടെ പോലീസ് അതിക്രമം കാണിച്ചിരിക്കുന്നു, അതിക്രമം കാണിച്ച പോലീസിനെ ന്യായീകരിക്കാൻ എന്നെ കിട്ടില്ല
എന്ന് ഇന്ദിരാഗാന്ധിയുടെ മുഖത്ത് നോക്കി ഇബ്രാഹിം സുലൈമാൻ സേട്ട് സാഹിബ് പറയുകയുണ്ടായി. ഇന്ത്യൻ നാഷണൽ ലീഗിന്റെ ഇന്നത്തെ അഖിലേന്ത്യാ അധ്യക്ഷൻ പ്രൊഫസർ മുഹമ്മദ് സുലൈമാൻ സാഹിബ് അടിയന്തരാവസ്ഥയുടെ കരാള ഭീകരമായ കാലഘട്ടത്തിൽ ഖുർആൻ കത്തിച്ച ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് അന്ന് ജയിലറക്കുള്ളിലേക്ക് അടക്കപ്പെടുകയുണ്ടായി. ആ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ജയിലറക്കുള്ളിലേക്ക് അടക്കപ്പെടുകയുണ്ടായി. ഇബ്രാഹിം സുലൈമാൻ സേട്ട് സാഹിബ് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയോട് മുഖത്ത് നോക്കി പറഞ്ഞു, എൻ്റെ സഹോദരൻ ജയിലറക്കുള്ളിലാണ്, അദ്ദേഹത്തെ പുറത്തുവിടുന്നില്ലെങ്കിൽ പകരം ഇബ്രാഹിം സുലൈമാൻ എന്ന എന്നെ നിങ്ങൾ ജയിലിലേക്ക് അടക്കണം, അല്ലെങ്കിൽ എൻ്റെ സഹപ്രവർത്തകനെ പുറത്തേക്ക് വിടണമെന്ന് ഭരണാധികാരിയുടെ മുഖത്ത് നോക്കി ചങ്കുറ്റത്തോടെ അടിയന്തരാവസ്ഥയുടെ കരാള ഭീകരമായ കാലഘട്ടത്തിൽ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞത് ഇബ്രാഹിം സുലൈമാൻ സേട്ട് സാഹിബിനായിരുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം 92 ഡിസംബർ മാസം 6-ാം തീയതിയാണ് അയോധ്യയിൽ ബാബരി മസ്ജിദ് തകർക്കപ്പെടുന്നത്. ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചൊക്കെ സമഗ്രമായി പലപ്പോഴും നമ്മൾ പ്രതിപാദിച്ചതാണ്. ആ ഭാഗത്തേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. പക്ഷേ 93 ജനുവരിയിൽ വർഗീയ കലാപം ബോംബെയിൽ ആളിപ്പടരുകയുണ്ടായി. ബോംബെയിലെ വീഥികളെ ആകമാനം ചുട്ടുകരിച്ചുകൊണ്ടാണ് വർഗീയ കലാപകാരികൾ ബോംബെക്ക് തീ കൊടുത്തത്. ബോംബെയിലെ മുസ്ലിം ഭൂരിപക്ഷ ചേരി പ്രദേശങ്ങളിലൊക്കെയും തീ കൊടുത്തുകൊണ്ട് മുസ്ലിങ്ങളെ കൂട്ടക്കൊല നടത്തുകയുണ്ടായി. ബോംബെയിലെ ബെഹ്റാംബാഡിയിലും സയണിലും അതുപോലെ തന്നെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലൊക്കെയും ശിവസൈനികരും ബോംബെയിലെ കോൺഗ്രസിന്റെ ഭരണകൂടവും ഒത്തുചേർന്നുകൊണ്ടാണ് വമ്പിച്ച കലാപത്തിന് നേതൃത്വം കൊടുത്ത്. അവിടങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ ആർക്കും സാധിക്കാത്തൊരു സാഹചര്യമുണ്ടായി. ഇബ്രാഹിം സുലൈമാൻ സേട്ട് സാഹിബ് ഡൽഹിയിൽ നിന്നും ഓടിയെത്തി ബോംബെയിലേക്ക്. അദ്ദേഹത്തോട് കടന്നു പോകാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ശിവസൈനികരുടെയും പോലീസിന്റെയും വിലക്ക് ലംഘിച്ചുകൊണ്ട് കലാപബാധിത പ്രദേശങ്ങളിലേക്ക് പോയി അവരുടെ പ്രശ്നങ്ങൾ അന്വേഷിക്കുകയും അവർക്കാവശ്യമായ ഭക്ഷണത്തിനുള്ള വകകൾ കണ്ടെത്താൻ ജനങ്ങൾക്കിടയിലേക്ക് ഇരിഞ്ഞ് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തത് ഇബ്രാഹിം സുലൈമാൻ സേട്ട് സാഹിബായിരുന്നു. ഗുജറാത്ത് കത്തിയിരിഞ്ഞപ്പോഴും ഗുജറാത്തിലെ കലാപകാരികൾക്കിടയിലേക്ക് സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് കടന്നു ചെല്ലാൻ ഇബ്രാഹിം സുലൈമാൻ സേട്ട് സാഹിബ് ഉണ്ടായിരുന്നു. മൊറാദാബാദ് കലാപമായാലും അത് ഗോരഖ്പൂരിലെ കലാപമായാലും പ്രതാപ്പൂരിലെ കലാപമായും ഇന്ത്യ രാജ്യത്തുണ്ടായ വർഗീയ കലാപങ്ങളുണ്ടായ പ്രദേശങ്ങളിലൊക്കെയും ഓടിച്ചെന്ന് അവിടെയുള്ള പാവങ്ങളെ സമാശ്വസിപ്പിക്കാൻ ഇബ്രാഹിം സുലൈമാൻ സേട്ട് സാഹിബ് ഉണ്ടായിരുന്നു. സമീപകാലത്തുണ്ടായ ഒട്ടനവധി കലാപങ്ങളിൽ തിരിഞ്ഞു നോക്കാനാണില്ലാത്ത ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളുടെ വേവലാതികൾ കണ്ടവരാണ് നമ്മൾ. അന്നൊക്കെയും പലരും പറഞ്ഞുപോയി, ആ ഇബ്രാഹിം സുലൈമാൻ സേട്ട് ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് പലരും നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറഞ്ഞുപോയി. ആ മഹാൻ മനുഷ്യനെ ഓർമ്മിക്കാനുള്ള ഒരു ദിനമായി നമ്മൾ ഈ ദിവസത്തെ കാണേണ്ടതായിട്ടുണ്ട്. സുദീർഘമായ സംസാരം ഈ സദസ്സിന് ചേർന്നതല്ലാതെ കൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ കടക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരുപാട് ചരിത്ര സംഭവങ്ങൾ സേട്ട് സാഹിബിനെ കുറിച്ച് നമുക്ക് പറയാനുണ്ട്. ദിവസങ്ങളോളം പ്രസംഗിച്ചാലും തീരാത്ത ചരിത്രങ്ങൾക്ക് സാക്ഷി നിർത്തിക്കൊണ്ടാണ് ഇബ്രാഹിം സുലൈമാൻ സേട്ട് സാഹിബ് നമ്മോട് വിട പറഞ്ഞു പോയത് എന്ന് നമുക്കറിയാം. ബാബരി മസ്ജിദുമായി ഇഷ്യൂമായി ബന്ധപ്പോൾ ഇന്ത്യയിലെ മുസ്ലിം പാർലമെന്റ് അംഗങ്ങളെ, ഇന്ത്യയിലെ മതേതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ഒന്നിച്ചണിനിരത്തിക്കൊണ്ട് അതിനെതിരായ മൂവ്മെന്റ് ഉണ്ടാക്കാൻ സേട്ട് സാഹിബ് എന്ന് പറയുന്ന വലിയ മനുഷ്യന് സാധിച്ചിരുന്നു. അതുപോലെ നമുക്കറിയാം, പുരാതന ഡൽഹിയിലെ ഖൈറുൽ മനാസിസ് മസ്ജിദ് എന്ന് പറയുന്ന പള്ളി പുരാവസ്തു വകുപ്പ് ഏറ്റെടുക്കുകയും അവിടെ നിന്ന ദുആ പരിപാടികൾ സർക്കാർ നിർത്തൽ ചെയ്യുകയും ചെയ്തു. പ്രശ്നം വഷളായ കാലഘട്ടത്തിൽ സേട്ട് സാഹിബിന്റെ നേതൃത്വം നടത്തിയ നമാസ് മാർച്ച് എന്നറിയപ്പെടുന്ന മാർച്ച് ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവമായിരുന്നു. യുപിയിൽ നമുക്കറിയാം, സുന്നികളും ഷിയാക്കളും തമ്മിൽ അതിശക്തമായ പോരാട്ടം നടന്നപ്പോൾ സേട്ട് സാഹിബ് കടന്നു ചെന്നുകൊണ്ട് ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുകയുണ്ടായി. ഇറാൻ ഇറാഖ് യുദ്ധവേളകളിൽ സമാധാനത്തിന്റെ സന്ദേശവുമായി ഓടിയെത്താൻ ഇബ്രാഹിം സുലൈമാൻ സേട്ട് സാഹിബിന് സാധിച്ചിരുന്നു എന്ന കാര്യം നമുക്കറിയാം. ലോകരാഷ്ട്രീയ നേതൃത്വത്തിനിടയിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ നേതാവ് ആര് എന്ന് ചോദിച്ചാൽ അത് ഇബ്രാഹിം സുലൈമാൻ സേട്ട് സാഹിബാണ് എന്ന് എല്ലാവരും പറയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം അന്നീ രാജ്യത്തിനുണ്ടായിരുന്നു. ദുബായ് ഭരണാധികാരിയായാലും സൗദി അറേബ്യയിലെ രാജാവായിരുന്നാലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നേതൃനിരക്ക് മുമ്പിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ നേതാവ് ഇബ്രാഹിം സുലൈമാൻ സേട്ട് സാഹിബ് മാത്രമായിരുന്നു. ആ സേട്ട് സാഹിബ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾ അവകാശ പോരാട്ടങ്ങൾക്ക് ഭാവിയിൽ ഞാൻ മരിച്ചുപോയാൽ ഒരു സംഘടന ഉണ്ടാകണമെന്ന ബോധത്തോടു കൂടിയാണ് ഇന്ത്യൻ നാഷണൽ ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അനാമത്തായി നമ്മളെ ഏൽപ്പിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുള്ളത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. സേട്ട് സാഹിബിനെ സ്നേഹിക്കുന്ന, സേട്ട് സാഹിബിന്റെ മക്കളെക്കാൾ സേട്ട് സാഹിബിനെ സ്നേഹിക്കുന്ന പോറ്റുമക്കളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവൻ പണയം വെച്ചും ഇബ്രാഹിം സുലൈമാൻ സേട്ട് സാഹിബിന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള പ്രതിജ്ഞ ഞങ്ങൾ പുതുക്കുന്നു എന്ന് പ്രഖ്യാപിക്കാൻ ഈ വേദി നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിച്ചറിയിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദനങ്ങൾ. ജയനാഷണൽ.
അടുത്തതായി INL ദേശീയ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇക്ബാൽ സവർ അവർ നിങ്ങൾ ബീഹാർ അവർ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നതായിരിക്കും. പരിഭാഷ സഫറുള്ള ഹാജി പട്ടേൽ നിർവഹിക്കും. औज़ु बिल्लाहि मिनश शैतानिर रजीम बिस्मिल्लाहिर रहमानिर रहीम. मैं शैतान मरदूद से अल्लाह की पनाह में आता हूँ और शुरू करता हूँ अपनी बात अल्लाह के नाम से जो बड़ा मेहरबान नहायत रहम करने वाला है. इंडियन नेशनल लीग के कौमी जनरल सेक्रेटरी अहमद देवरकोयलजी, मेरे रफ़ीक कार झारखंड के डॉक्टर मोहिउद्दीन साहब, स्टेज पर बैठे हुए इंडियन नेशनल लीग के केरला यूनिट के जिम्मेदारान और मेरे सामने इंडियन नेशनल लीग के सामीन, अस्सलामु अलैकुम. अंदाज बयां घर से बहुत शौक नहीं है, शायद के उतर जाए तेरे दिल में मेरी बात. दोस्तों, आज जिसे आप महबूब मिल्लत कहते हैं, यानी इब्राहिम सुलेमान सेठ साहब मरहूम मकफूर को हम शुमाली हिंदुस्तान के लिए उन्हें मजाहिद मिल्लत से पुकारा करते हैं. ये भी एक शौमिय किस्मत है कि 27 अप्रैल को आपने दुनिया फ़ानी को से दुनिया आखिरत की तरफ सफ़र किया और 23 अप्रैल को 1994 में दिल्ली में इब्राहिम सुलेमान सेठ साहब मरहूम मकफूर ने कन्वेंशन बुलाया था, मुस्लिम कन्वेंशन के बाबरी मस्जिद टूटने के बाद केरला के वो लोग जो दीन के मुकाबले में दुनिया की आफियत को उन्होंने पसंद किया, ऐसी हालात में हम क्या करें. हम लोग उसमें जमा हुए दिल्ली में और ये बात तय हुई कि नहीं, मुसलमानों के लिए लड़ने वाले आपकी क़यादत में एक पार्टी बननी चाहिए और बनी और उसका नाम इंडियन नेशनल लीग रखा गया. दोस्तों, अभी हमारे देवरकोयल साहब ने सेठ साहब के पार्लियामेंट में जो तकरीरें की, जो कारनामे बताए, वो सब उन्होंने बयान किया होगा. चूँकि ज़बान यार मंसूर की व मंसूर की नमी दानम मैं समझा नहीं, लेकिन सेठ साहब और पार्लियामेंट के सिलसिले में जो बात आती रही उसे यकीनन मैं समझता रहा. अस्सलामु अलैकुम वरहमतुल्लाहि वबरकातुहू. ആദരണീയരായ ഇന്ത്യൻ നാഷണൽ ലീഗിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അഹമ്മദ് ദേവർകോയിൽ സാഹിബ്, ജാർഖണ്ഡ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ മൊയ്നുദ്ദീൻ സാഹിബ്, വേദിയിൽ ഉപവിഷ്ടരായ ഇന്ത്യൻ നാഷണൽ ലീഗിൻ്റെ നേതാക്കളെ, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ത്യൻ നാഷണൽ ലീഗ് ഏപ്രിൽ മാസം 23-ാം തീയതി 1994 രൂപീകരിച്ചപ്പോൾ അതേ മാസത്തിൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഏപ്രിൽ മാസം 27-ാം തീയതി നമ്മുടെ ബഹുമാന്യനായ
മർഹൂം ഇബ്രാഹിം സുലൈമാൻ സേഠ് സാഹിബ് ഈ ലോകത്തോട് വിട പറയുകയുണ്ടായി. 1992 ഡിസംബറിൽ ബാബരി മസ്ജിദിൻ്റെ ഷഹീദിന് ശേഷം അതിൻ്റെ കാരണത്താൽ മുസ്ലിം ലീഗിൻ്റെ കേരള ഘടകം അഖിലേന്ത്യാ ഘടകത്തെ ധിക്കരിച്ചപ്പോൾ ഇന്ത്യയിലുള്ള വിവിധ സംസ്ഥാനങ്ങളിലെ മുസ്ലിം നേതാക്കൾ ഒരുമിച്ച് കൂടുകയും ഏപ്രിൽ മാസം 23-ാം തീയതി ഡൽഹിയിൽ വെച്ച് ചേർന്ന കൺവെൻഷനിൽ കേരള സംസ്ഥാന നേതാക്കളുടെ തീരുമാനങ്ങളെ തള്ളിക്കൊണ്ട് ഇന്ത്യയിലെ മുസൽമാന്മാരുടെ നേതാക്കൾ ഒന്നിച്ചു ചേർന്ന് ഈ സമുദായത്തെ ന്യൂനപക്ഷത്തെ മുന്നോട്ട് നയിക്കുവാൻ ഒരു സംഘടന ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ആ കൺവെൻഷനിൽ വെച്ചാണ് ഈ രാജ്യത്തിന് ന്യൂനപക്ഷ ദംശനത്തിനെതിരായി ശബ്ദിക്കുവാൻ ഇന്ത്യൻ നാഷണൽ ലീഗ് എന്ന പ്രസ്ഥാനത്തിന് രൂപം നൽകിയത്. ഇന്ത്യൻ പാർലമെൻറ്റിൽ ഗർജിക്കുന്ന സിംഹമായി പ്രവർത്തിച്ചിരുന്ന നിങ്ങളൊക്കെ വിളിക്കുന്ന മെഹബൂബ് മില്ലത്ത് ഇബ്രാഹിം സുലൈമാൻ സേഠോ, ഉത്തരേന്ത്യയിൽ ഞങ്ങൾ വിളിക്കുന്ന മുജാഹിദ് മില്ലത്ത് ഇബ്രാഹിം സുലൈമാൻ സേഠ് സാഹിബാണ് ഈ സംഘടനക്ക് രൂപം നൽകിയത്. അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. गालिब का एक शेर है, उर्दू के बड़े मशहूर शायर में हैं, और भी दुनिया में सुखनवर बहुत अच्छे कहते हैं कि गालिब का अंदाज बयां हो। मैं उनकी रूह से माज़रत के साथ ये बात कहने का हक रखता हूँ कि हैं और भी दुनिया में और भी हिंदुस्तान के पार्लियामेंट में बहुत सारे एमपी कहते हैं कि सेठ साहब का है अंदाज बयां, और उनके मुकाबले में मसाइल को उठाने के सिलसिले में शायद चंद नाम लिए जा सकते हैं जो इतने अच्छे पार्लियामेंट होंगे। सेठ साहब पार्लियामेंट में जब बोलते थे तो सारे लोग बहुत गौर से सुनते थे। हमारे एक कलीग जो एमपी हुए थे जनता के दौर में वकालत करते थे, वो बोलते थे कि तुम्हारा सेठ बहुत ही खूबसूरत अंग्रेज़ी बोलता है और बहुत ही पार्लियामेंट में जवाब देने में उसका कोई जोड़ा नहीं है। एक बात मुझे याद आ रही है, एक बार तमाम अपोजिशन पार्टी पार्लियामेंट से वॉकआउट कर गई थी, उसमें इंक्लूडिंग मुस्लिम लीग भी थी, और एक हफ्ते के बाद फिर जब पार्लियामेंट में लोग आए तो कांग्रेस के एक एमपी ने एक शेर पढ़ा जो अपोजिशन पर तंज था। सारे अपोजिशन चुप रहे, इब्राहिम सुलेमान सेठ कहाँ चुप रहने वाले। उन्होंने कहा कि हम ही जब न होंगे तो क्या रंगे महफिल, हम ही जब न होंगे तो क्या रंगे महफिल, किसे देखकर आप शर्म आइएगा। तो अप्रोर हो गया, सारे पार्लियामेंट हाथ बढ़े कि क्या जवाब दिया उन्होंने। दोस्तों, कितनी खूबियां बताई जाएं, बाबरी मस्जिद के लिए क्या क्या स्ट्रगल सेठ साहब मरहूम मकफूर ने नहीं किया, यकीनन आज कब्र में वो काम आएगा इंशाअल्लाह अजीज। लेकिन बदनसीबी की बात यह है कि केरला इंडियन मुस्लिम लीग जो अपने आप को अब कहती है, पहले केरला मुस्लिम लीग के नाम से रजिस्टर्ड थी इलेक्शन कमीशन में, उसने सेठ साहब की बात को नहीं माना। ऐसे लीडर की बात को न मानना इंतहाई ताज्जुब की बात है। सेल्फलेस लीडर की बात न मानना ताज्जुब खेज है।
सेल्फलेस मैं इसलिए कह रहा हूं कि चंद्रशेखर जब प्राइम मिनिस्टर ऑफ इंडिया हुआ था तो उसने कहा कि सेठ साहब मैं चाहता हूं कि डिप्टी मिनिस्ट्री किसी की आपको मुस्लिम लीग के कोटे से दे दूं। सेठ साहब ने कहा कि मैं यहाँ मिनिस्टर होने के लिए नहीं आया हूँ, पहले मुझसे एग्रीमेंट करो केरला की तरह कि मुसलमान को तुम क्या क्या बेनिफिट दोगे। ये कुर्बानी उस शख्स की थी जिसे आप महबूब मिल्लत कहते हैं। इंशाअल्लाह अज़ीज़ इसका अल्लाह ज़रूर जज़ा उनको देता रहेगा और दे रहा होगा। दोस्तों, एक बड़ी हस्ती थी, लेकिन सेकंड लाइन जो मुस्लिम लीग की हुई वो मैं ये कहता हूँ और इसमें कोई मुबालगा नहीं है कि ये कांग्रेस की बी टीम हुई। ये अहमद मरहूम मकफूर हमारे कलीग थे, उनसे हमेशा इस मामले पर झगड़ा होता रहा। सेठ साहब बनासवाला के ज़माने में हम लोग कांग्रेस के खिलाफ आवाज़ें उठाते थे। सेठ साहब कभी इसको बुरा नहीं मानते थे बल्कि इनकरेज करते थे। लेकिन जब ये अहमद मुस्लिम लीग का जिम्मेदार बना तो कांग्रेस के खिलाफ एक लफ्ज़ भी नॉर्दर्न इंडिया में बात करने वाले को अपने यूनिट से निकाल देता था। इसीलिए मैं कहता हूँ कि कांग्रेस जो इस वक्त है वो मुस्लिम लीग की सुपर पार्टी है और मुस्लिम लीग बी टीम बन गई है। लिहाजा मुसलमानों के इंटरेस्ट के लिए ये इंतहाई ज़रूरी बात हो गई है जो हाल पूरे मुल्क में हो रहा है। शाहबानों का केस भी तो उन्होंने बताया, उसमें भी सेठ साहब आगे थे। और बाबरी मस्जिद का मामला हो, कहीं भी राइट हो, अक्सर व बेशतर मैं उन जगहों पर सेठ साहब मरहूम मकफूर के साथ गया हूँ और देखा हूँ उन इशू को पार्लियामेंट में उठाते रहे। ഇന്ത്യൻ പാർലമെന്റ് എല്ലാ എം പിമാരും കൂടിയാൽ ഒരു സ്റ്റേറ്റ് സാഹിബ് ആവുകയില്ല എന്ന കാലം തെളിയിച്ചിരിക്കുകയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി വക്കാലത്ത് പിടിക്കുന്ന സ്വഭാവം സ്റ്റേറ്റ് സാഹിബിനുണ്ടായിരുന്നില്ല. മുസ്ലിം ലീഗ് അടക്കം പ്രതിപക്ഷങ്ങളെല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ശബ്ദിച്ചാൽ പോലും സേഠ് സാഹിബിൻ്റെ ഒരു ശബ്ദത്തിന് പകരം അതാവുകയില്ലായിരുന്നു എന്ന് ഇന്ത്യൻ പാർലമെന്റ് സാക്ഷ്യം വഹിച്ചതാണ്. പല സന്ദർഭങ്ങളിലും ഇന്ത്യൻ പാർലമെന്റിൽ വാദപ്രതിവാദങ്ങൾ നടക്കുമ്പോൾ സേഠ് സാഹിബിൻ്റെ ശബ്ദത്തിൻ്റെ ഗാംഭീര്യം അന്നത്തെ പാർലമെന്റ് അംഗങ്ങൾക്ക് ബോധ്യപ്പെട്ടതാണ്. ഉത്തരേന്ത്യയിൽ എല്ലാ ഇടങ്ങളിലും അറിയപ്പെട്ടിരുന്ന ന്യൂനപക്ഷങ്ങളുടെ നേതാവായിരുന്നു മഹാനായ സേഠ് സാഹിബ്. സേഠ് സാഹിബിൻ്റെ പാർലമെന്റിൻ്റെ എല്ലാ നീക്കങ്ങളും സദാ വീക്ഷിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു സേഠ് സാഹിബിൻ്റെ പാർലമെന്റ് കാലം. അതുപോലെ തന്നെ ഇവിടെ നിന്ന് സേഠ് സാഹിബിൻ്റെ കൂടെ പാർലമെന്റിലുണ്ടായിരുന്ന മറ്റു എം പിമാർ ഒരക്ഷരവും മിണ്ടാതെ കേരളത്തിൽ നിന്നുള്ള എം പിമാർ വിശേഷിച്ചു ഒരക്ഷരം മിണ്ടാതെ ആർക്കും അറിയപ്പെടാത്ത ഒരു രീതിയിൽ അവർ കഴിച്ചുകൂട്ടി. സേഠ് സാഹിബിൻ്റെ പ്രാധാന്യം നാം മനസ്സിലാക്കുന്നത് ശ്രീമാൻ ചന്ദ്രശേഖർ ഇവിടുത്തെ പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ സേഠ് സാഹിബിനോട് ഒരു മന്ത്രിയുടെ സ്ഥാനം, നിങ്ങൾക്ക് ഒരു മന്ത്രിസ്ഥാനം തരാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചപ്പോൾ സേഠ് സാഹിബ് അത് തിരസ്കരിക്കുകയാണുണ്ടായത്. സേഠ് സാഹിബ് വെച്ച ഡിമാൻഡ് അന്ന് കേരളത്തിൽ ഐക്യമുന്നണിയായി നടന്നിരുന്ന മുന്നണി കൂട്ടുകെട്ടിൽ നടക്കുമ്പോൾ ഉണ്ടാക്കാറുള്ള സമുദായത്തിന് കിട്ടാവുന്ന ആനുകൂല്യങ്ങൾ എഴുതി തരികയാണെങ്കിൽ, അതുപോലുള്ള ഒരു അഗ്രിമെന്റ് വെച്ച് തരികയാണെങ്കിൽ മാത്രമേ അതിൽ ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ
ഞാനത് സ്വീകരിക്കാൻ തയ്യാറല്ല, അധികാരത്തിന് വേണ്ടി കൊതിക്കുന്ന ആൾക്കാരല്ല ഞങ്ങളൊക്കെ എന്ന് വളരെ സധൈര്യം ചന്ദ്രശേഖരൻ പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ പറയുകയുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനം കൊണ്ട് വിശിഷ്ട കേരളത്തിൽ മാത്രം ഉൾക്കൊള്ളുന്ന മുസ്ലിം ലീഗ് ആ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ ബി ടീമായിട്ടാണ് മുസ്ലിം ലീഗ് ഇന്ന് പ്രവർത്തിക്കുന്നത്. എ ടീം കോൺഗ്രസ് പാർട്ടിയാണ്. കോൺഗ്രസ് പാർട്ടിയുടെ ബി ടീമായിട്ട് മാത്രമേ മുസ്ലിം ലീഗിന് പ്രവർത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ കാരണമാണ് ഇന്ത്യൻ നാഷണൽ ലീഗ് രൂപീകൃതമാകാൻ കാരണമായിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. सेठ साहब का सिर्फ 3 डिमांड था. पहला कांग्रेस से ये डिमांड था कि आपके वजीर आजम ने बाबरी मस्जिद को बचाया नहीं, इसलिए कांग्रेस नरसिम्हा राव को वजारत से हटा दे, या फिर नरसिम्हा राव बाबरी मस्जिद को वहाँ तामीर कराए. न बाबरी मस्जिद को नरसिम्हा राव तामीर कराता है, न कांग्रेस उनको वजारत आजमा से हटाता है. तो फिर उन्होंने कहा कि केरला मुस्लिम लीग कांग्रेस से अपनी हमायत वापस ले ले. तीनों में जब कोई बात सेठ साहब की नहीं मानी गई तो उन्होंने ज़मीर की आवाज़ पर ऐसी पार्टी का सदर रहना कबूल नहीं किया और उन्होंने दूसरी पार्टी बनाई ताकि इस फोरम से पूरे हिंदुस्तान का इंक्लूडिंग केरला के लोगों के मसाइल को लड़ा जा सके. मैं इन्हीं बातों के साथ आपका ज़्यादा वक्त लेना नहीं चाहता हूँ. अस्सलाम वालेकुम. ബാബരി മസ്ജിദിന്റെ ധ്വംസനത്തിന് കാരണക്കാരനായ നരസിംഹറാവുവിൻ്റെ കൂടെ നിൽക്കുവാൻ പാടില്ല എന്ന് മഹാനായ സേഠ് സാഹിബ് പറയുകയുണ്ടായി. 3 ഡിമാൻഡുകളായിരുന്നു അന്ന് സേഠ് സാഹിബ് മുമ്പിൽ വെച്ചത്. ഒന്ന്, പ്രധാനമന്ത്രി നരസിംഹറാവ് രാജിവെക്കുക. രണ്ടാമത്തെ, ബാബരി മസ്ജിദിൻ്റെ തകർച്ചയ്ക്ക് കാരണക്കാരനായ നരസിംഹറാവുമായുള്ള കൂട്ടുകെട്ട് മുസ്ലിം ലീഗ് പിൻവലിക്കുക. മൂന്നാമത്തത്, കേരളത്തിലുള്ള മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച പ്രതിഷേധം അറിയിക്കുക. ഈ 3 കാരണങ്ങൾക്കും അനുകൂലമായ നിലപാടെടുക്കുവാൻ കേരളത്തിലെ മുസ്ലിം ലീഗ് തയ്യാറാവാത്തതുകൊണ്ട് അങ്ങനെയുള്ള മുസ്ലിം ലീഗിൽ തുടരുന്നതിൽ അർത്ഥമില്ല. ആ സംഘടനയുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു. ആ സംഘടനയ്ക്ക് പ്രതിരോധ ശക്തി ഇല്ലാത്തതിൻ്റെ കാരണം ആ സംഘടന ഉണ്ടായിട്ട് കാര്യമില്ല. അതുകൊണ്ട് പ്രതിരോധിക്കുവാനും ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുവാനുമുള്ള ഒരു സംഘടന വേണം എന്നുള്ള കാരണം കൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ ലീഗ് മഹാനായ മെഹബൂബ് മില്ലത്ത് ഇബ്രാഹിം സുലൈമാൻ സേഠ് രൂപീകരിച്ചത് എന്ന് മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കൂടുതലൊന്നും പറയാതെ ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഉപസംഹാരമിടുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് നാഷണൽ ലീഗ്. അടുത്തതായി ജാർഖണ്ഡ് ഇന്ത്യൻ നാഷണൽ ലീഗ് പ്രസിഡന്റ് മുഹമ്മദ് മുഹിയുദ്ദീൻ ആലം നിങ്ങൾ അഭിസംബോധന ചെയ്യുന്നത്. All the executive member of the INL and presentee of here, I am glad to see here because due to old age and my both the knee has been replaced. So it is difficult to a long journey, 2500 kilometers from here. But our president, Professor Sulaiman Sahib, ordered me to come here, so I am here, and with I am glad to you for the hospitality of the Kerala. Jazakallah.
Assalamu alaikum. 500-ൽ പരം കിലോമീറ്റർ താണ്ടിക്കൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയിട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. നമ്മുടെ മഹാനായ പ്രസിഡന്റ് സുലൈമാൻ സാഹിബിന്റെ നിർബന്ധം കൊണ്ടാണ് ഞാൻ വരുന്നത്. ഇവിടെ വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ആ സന്തോഷം അറിയിക്കുവാൻ വേണ്ടിയാണ് നിങ്ങളുടെ മുമ്പിൽ രണ്ട് വാക്ക് പറയാം. ഈ പരിപാടിക്ക് എല്ലാവിധ വിജയ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഭാരത്. അടുത്തായി രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി സംസ്ഥാന നാഷണൽ ലീഗിൻ്റെ വൈസ് പ്രസിഡന്റുമാരിൽ ഒരാളെ KS ഫക്രുദ്ദീൻ സാഹിബിനെ ക്ഷണിച്ചു. ബഹുമാനനായ അധ്യക്ഷൻ, ഇന്ത്യൻ നാഷണൽ ലീഗിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ജനാബ് MTP അബ്ദുൽ ഖാദർ സാഹിബ്, ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ ഇന്ത്യൻ നാഷണൽ ലീഗിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അഹമ്മദ് ദേവർകോവിൽ സാഹിബ്, ജാർഖണ്ഡ് സംസ്ഥാനത്തിൻ്റെ പ്രസിഡന്റ് മുഹമ്മദ് മൊയിനുദ്ദീൻ സാഹിബ്, ബീഹാർ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇക്ബാൽ സഫർ, മറ്റ് വേദിയിൽ ഉപവിഷ്ടരായ പ്രമുഖരായ നേതാക്കളെ, എൻ്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഈ വൈകിയ വേളയിൽ ഇവിടെ ഒരു സുദീർഘമായ പ്രസംഗത്തിൻ്റെ ആവശ്യമില്ല. സേഠ് സാഹിബിൻ്റെ ആ മാതൃക പിൻപറ്റിക്കൊണ്ട് നാം എല്ലാവരും 4 നൂറ്റാണ്ട് കാലമായി അദ്ദേഹത്തിൻ്റെ ആ കാൽപ്പാട് പിൻപറ്റിക്കൊണ്ട് പ്രവർത്തിക്കുന്നവരാണ് നാം എല്ലാം. അതുകൊണ്ട് കൂടുതലായി ഒന്നും സംസാരിക്കാനില്ല. അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മാതൃക ഓരോ ഇന്ത്യൻ നാഷണൽ ലീഗുകാരനും മാതൃകയാക്കണം എന്ന് മാത്രം ഈ സംഘടനയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഓരോരുത്തരും ആത്മാർത്ഥമായി പ്രവർത്തിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമപ്പെടുന്നു. ജയ് ഇന്ത്യൻ നാഷണൽ ലീഗ്. അടുത്തതായി മൊയ്തീൻ കുഞ്ഞി കളനാട് രണ്ട് വാക്ക്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ MTP അബ്ദുൽ ഖാദർ സാഹിബ്, ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് അഹമ്മദ് ദേവർകോവിൽ, മറ്റു അഖിലേന്ത്യാ നേതാക്കന്മാരെ, സംസ്ഥാന നേതാക്കന്മാർ, ജില്ലാ മണ്ഡലം മറ്റു പഞ്ചായത്തിൽ നിന്നെത്തിയ മുഴുവൻ ആളുകളെയും നേതാക്കന്മാരെയും പ്രവർത്തകരെയൊക്കെ അഭിനന്ദിക്കുക. സേഠ് സാഹിബ് അനുസ്മരണ സമ്മേളനത്തെ സംബന്ധിച്ചൊക്കെ നേതാക്കന്മാർ വിശദമായി സംസാരിച്ചു. സേഠ് സാഹിബിൻ്റെ ചരിത്രത്തെപ്പറ്റി നമുക്ക് കൂടുതലാരും പറഞ്ഞു തരണമെന്നില്ല. 25 വർഷമായി നമ്മളൊക്കെ അനുഭവിക്കുന്ന അനുഭവത്തിൽ നിന്ന് നമ്മൾ ആ പാഠം ഒക്കെ പഠിച്ചവരാണ്. അതിനെപ്പറ്റി നമുക്ക് എല്ലാവർക്കും ഉത്തരവാദിത്വം എന്നുള്ള നിലയിൽ അദ്ദേഹം ഏൽപ്പിച്ച പതാക നമ്മളിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നു ഈ ഇന്ത്യൻ നാഷണൽ ലീഗ് ഇവിടെ ഏറ്റവും വലിയ പാർട്ടിയായി മാറണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി മതന്യൂനപക്ഷങ്ങൾക്ക് ഏറ്റവും നല്ല സഹായവും ഈ കേരളത്തിൽ ഇന്ത്യയിൽ ഒട്ടുക്കും ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അദ്ദേഹം നമ്മളിൽ ഏൽപ്പിച്ച ആ പതാകയും കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. അതാണ് നമ്മുടെ ആഗ്രഹം. നമുക്ക് നമ്മുടെ പാർട്ടിയുടെ വലിപ്പം ഇപ്പോൾ പലരും പറയാറുണ്ട്, ഏറ്റവും വലിയ കടലിൽ പോയി സോപ്പ് കലക്കിയാൽ കാണില്ല. നമ്മൾ ഒരു ബക്കറ്റിൽ ഒരു സോപ്പ് കലക്കിയാൽ ആ സോപ്പിൻ്റെ നേരെ കാണാൻ സാധിക്കും. എന്തുകൊണ്ട്? അതുപോലെ ചെറിയ പാർട്ടിയായാലും അദ്ദേഹം കാട്ടിത്തന്ന ആ പാത, ആ ആദർശം, അതാണ് നമ്മുടെ വലുത് എന്നുള്ള ആ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് സേഠ് സാഹിബ് ഏൽപ്പിച്ച ആ ഉത്തരവാദിത്തം നിറവേറ്റിക്കൊണ്ട് നമ്മളൊക്കെ ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ട് പാർട്ടിയെ ശക്തിപ്പെടുത്തണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് അള്ളാഹു നമ്മുടെ നേതാവ് മരണപ്പെട്ട മെഹബൂബ് മില്ലത്തിന് അള്ളാഹു ആഖിറം സുഖകരമായി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അടുത്തായി CMA ജലീൽ രണ്ട് വാക്ക്. ആദരണീയായ അധ്യക്ഷൻ, സദസ്സിൽ ഉപവിഷ്ടരായിട്ടുള്ള ദേശീയ ജനറൽ സെക്രട്ടറി ബഹുമാന നേതാവ് അഹമ്മദ് ദേവർകോവിൽ സാഹിബ്, സംസ്ഥാന ഉപാധ്യക്ഷൻ KS ഫക്രുദ്ദീൻ സാഹിബ്, ജാർഖണ്ഡിലെയും
മറ്റ് സംസ്ഥാനങ്ങളിലെയും നേതാക്കന്മാരുടെ രണ്ടുപേർക്ക് പേര് അത്ര ഓർമ്മയില്ല. ഏതായാലും ബഹുമാന്യരായ നേതാക്കളെ, നാഷണൽ ലീഗിൻ്റെ പ്രഗത്ഭരായ പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നാട്ടുകാരെ, പരിശുദ്ധ ഖുർആനും സേട്ടു സാഹിബ് ഈ രൂപീകരിച്ച പ്രസ്ഥാനവുമായി ഒരു ബന്ധമുണ്ട്. അത് എന്ത് എന്ന് മാത്രം ചെറിയ 2 വാക്കിൽ കൂടി ഒതുക്കി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാം. നമ്മൾ സാധാരണ ഒരുപാട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. നമ്മൾ ഈ നാഷണൽ ലീഗിൽ ചേരുന്നതിന് മുമ്പ് കുറേ ആളുകൾ മുസ്ലിം ലീഗിലൊക്കെ പ്രവർത്തിച്ച ആളുകളാണ്. എന്തുകൊണ്ട് ഇന്ത്യൻ നാഷണൽ ലീഗിൽ നമ്മൾ ചേരാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ, ഒരു വിശ്വാസിയായ ഒരാൾ ആ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരാൻ സുലൈമാൻ സേട്ടു സാഹിബ് നമ്മെ ക്ഷണിച്ച ആ ഒരു ശക്തി എന്തായിരുന്നു? അത് വളരെ ഹീമാനികമാണ്, വിശ്വാസപരമാണ്. പരിശുദ്ധ ഖുർആനിൽ അൽ ബഖറ എന്ന സൂക്തത്തിൽ ഒമൻ അദ്ലമ മിമ്മൻ മനഹ മസാജിദല്ലാഹി അം യസ്കറ ഫീ ഇസ്മുഹു വസാ ഫീ ഖറാബിയ ഉലൈക മാ കാന ലഹും അൻ യദ്ഖുലുഹാ ഇല്ലാ ഖായിഫീൻ ലഹും ഫിദ് ദുനിയാ ഖിസിയുൻ വലഹും ഫിൽ ആഖിറതി അസാബുൻ അളീം എന്ന പരിശുദ്ധമായ ഒരു വചനമുണ്ട്. എന്താണ് ആ വചനം? ഒമൻ അദ്ലമ, ആരാണ് ഏറ്റവും വലിയ അക്രമി? ഒമൻ അദ്ലമ എന്ന് ചോദിച്ചുകൊണ്ട് പറയുന്നത് മിമ്മൻ മസാജിദല്ലാഹി അൻ യസ്കറ ഇസ്മുഹു ഫീ ഖറാബിയ വശഹ ഫീ ഖറാബിയ, പരിശുദ്ധ ഭവനത്തിൽ അവന്റെ നാമം ഉച്ചരിക്കുന്ന തടയുന്നവനും ആ പരിശുദ്ധമായ ആ പള്ളിയെ അതിന്റെ നശീകരണത്തിന് വേണ്ടി ശ്രമിക്കുന്നവനേക്കാൾ വലിയ അക്രമി ആരാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ ചോദിച്ചത്. അത് ചോദിച്ചപ്പോ മഹാനായ സുലൈമാൻ സേട്ടു സാഹിബ് വളരെ ദുഃഖിതനായിക്കൊണ്ട് ചിന്തിച്ചുകൊണ്ട് സുലൈമാൻ സേട്ടു കഴിഞ്ഞുകൂടി. സുലൈമാൻ സേട്ടു സാഹിബ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്ന് അതിനെക്കുറിച്ചൊരു വേവലാതിയുമില്ലാതെ കണ്ടപ്പോ സുലൈമാൻ സേട്ടു സാഹിബ് ആ പ്രസ്ഥാനത്തിന്റെ അകത്തു നിന്നുകൊണ്ട് ഹൈദേ മില്ലത്ത് കൾച്ചറൽ ഫോറം എന്ന സംഘടനയുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പിന്നീട് അവസാനമായി ആ പള്ളിയുടെ നാശത്തിലേക്ക് കുതിച്ചപ്പോ സുലൈമാൻ സേട്ടു സാഹിബിന് ആ പ്രസ്ഥാനവുമായി പൊരുത്തപ്പെട്ടു പോകാൻ കഴിഞ്ഞില്ല. അത് ഹീമാനികമായിരുന്നു, വിശ്വാസപരമായിരുന്നു. പരിശുദ്ധ ഖുർആൻ തന്നെ ചോദിച്ചതാണ്, ആ പള്ളിയെ അതിൻ്റെ അകത്ത് നാമോച്ചരിക്കുന്ന തടയുകയും അതിന്റെ നാശത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന ചെയ്യുന്നവൻ അക്രമി എന്ന് പരിശുദ്ധ ഖുർആൻ വിളിച്ച ആളുകളെ കൂടെ നിൽക്കാൻ കഴിയില്ല. എന്നിട്ട് തീർന്നില്ല, പരിശുദ്ധ ഖുർആൻ തന്നെ വചനം നീണ്ടു പോകുന്നു. ലഹും ഫിദ്ദുനിയാ ഖിസിയൻ, അവനെ ഈ ലോകത്ത് ഞാൻ അപമാനപ്പെടുത്തും. അപമാനപ്പെടുത്തിയതിന്റെ ഏറ്റവും വലിയ തെളിവുകൾ കണ്ടില്ലേ? 25 കൊല്ലം കഴിഞ്ഞിട്ട് രഥയാത്ര ഉരുട്ടിയ അഡ്വാനിജിയെ പോലെയുള്ള ആളുകൾക്ക് ഇതാ വീണ്ടും കേസ് വന്നിരിക്കുന്നു. രാഷ്ട്രപതിയാകാൻ വേണ്ടി കച്ചകെട്ടിയിറങ്ങിയ അഡ്വാനിയെ തകർക്കാൻ വേണ്ടിയുള്ള ആ കേസാണെന്ന് വന്നിരിക്കുന്നത്. രാഷ്ട്രീയത്തിൽ ഇന്ന് BJPക്ക് ഇന്ത്യ രാജ്യത്ത് അക്കൗണ്ട് തുറന്നു കൊടുത്ത അഡ്വാനിയുടെ സ്ഥിതി ഇതാണ്. കല്യാൺ സിംഗിന്റെ സ്ഥിതി, ഉമാഭാരതിയുടെ സ്ഥിതി, അതിന് കൂട്ടുകൂപ്പ് കുത്തിയ നരസിംഹറാവു എന്ന് പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയും കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റുമായിരുന്ന നരസിംഹറാവു ഇന്ത്യ രാജ്യത്ത് മരണപ്പെട്ടിട്ട് ഒരു കുഞ്ഞു പോലും അറിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ മയ്യത്ത് പോലും ശവം പോലും AICC ആസ്ഥാനത്ത് കേട്ടിട്ടില്ല. ഇത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഇന്ന് കേരളത്തിൽ ഇവിടെ അതിന് തട്ടകം വഹിച്ച മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ഒരുപാട് അപമാനങ്ങൾ പേറി നടന്നു. അവർ കുറ്റം ചെയ്തോന്നും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ അവർ അപമാനം പേറി സ്വന്തം പാർട്ടി പോലും മുസ്ലിം ലീഗല്ല, അത് കേരള സംസ്ഥാന പാർട്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് പോലും ജനങ്ങളെ മുമ്പിൽ സംശയത്തിന്റെ അതിട്ട് കൊടുത്തു ആ പ്രസ്ഥാനത്തിന്. ഇത് ചിന്തിക്കേണ്ട വസ്തുതയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ത്യൻ നാഷണൽ ലീഗും പരിശുദ്ധ ഖുർആനുമായി ആ ഒരു സൂക്തവുമായി അതിശക്തമായ ബന്ധമുള്ള ആദർശമുള്ള ഒരു പ്രസ്ഥാനത്തിനാണ് മഹാനായ സുലൈമാൻ സേട്ടു സാഹിബ് എന്ന് പറയുന്ന ഈ മസീഹ് എന്ന് പറയുന്ന ഇന്ന് ഈ ലോകത്ത് ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിലെ വലിയായിരുന്ന മഹാനായ സുലൈമാൻ സേട്ടു സാഹിബ്. ആ സേട്ടു സാഹിബിന്റെ അനുസ്മരണ ദിനമാണിന്ന്. 27-ാം തീയതി മഹാനായ സുലൈമാൻ സേട്ടു സാഹിബ് നമ്മൾ ലോകത്തോട് വിട പറഞ്ഞു. വലിയ സമ്പന്നനായി ഗുജറാത്തിൽ ജനിച്ച്
അവസാനം 60 കൊല്ലക്കാലം പൊതുജീവിതം നയിച്ച് 30 കൊല്ലക്കാലം പാർലമെന്റ് ജീവിതം നയിച്ച് ഫക്കീറായി മരണപ്പെട്ട ആ നേതാവിന് പിന്നിൽ ഇതാ തീർച്ചയായും റഹ്മാനായ തമ്പുരാനെ അദ്ദേഹത്തിന്റെ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. അദ്ദേഹത്തിന് നാളെ പാരത്രിക ലോകത്ത് അതിശക്തമായ ഒരു ഏറ്റവും നല്ല ഒരു മനോഹരമായ സ്വർഗപൂന്താവത്തിൽ അദ്ദേഹത്തെ കഴിച്ചു കുട്ടിടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജയ് ഇന്ത്യൻ നാഷണൽ ലീഗ്, ജയ് ഭാരത്. അടുത്തതായി ഈ പരിപാടിയുടെ ഭാഗമായി കുവൈത്ത് IMCC വൈസ് പ്രസിഡന്റ് 2 പവൻ സ്വർണം ഇതിൻ്റെ സംഘാടക സമിതിയുടെ ബിൽടെക് അബ്ദുള്ള സാഹിബിനെ ഏൽപ്പിക്കുന്ന ഒരു ചടങ്ങാണ്. അതിനുവേണ്ടി അവരെ 2 പേരെയും ക്ഷണിച്ചുകൊള്ളുന്നു. ഈ പരിപാടിയിൽ ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി ജില്ലാ നാഷണൽ ലീഗിൻ്റെ വൈസ് പ്രസിഡന്റ് മുസ്തഫ തോരോളൊപ്പം അവർക്ക് ക്ഷണിച്ചു. അധ്യക്ഷ സുഹൃത്ത് MTP അബ്ദുൽ ഖാദർ, ഈ സർ സാഹിബ് അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത അഹമ്മദ് ദേവർകോവിൽ സാഹിബ്, മറ്റു വേദിയിൽ ഉപവിഷ്ടരായ അഖിലേന്ത്യാ സംസ്ഥാന ജില്ലാ നേതാക്കളെ, അസ്സലാമു അലൈക്കും. സേഠ് സാഹിബിനെ കുറിച്ചുള്ള ഒരു ഹൃസ്വചിത്രം തന്നെ നമുക്ക് മുമ്പിൽ തുറന്നു കാട്ടിയ അഹമ്മദ് ദേവർകോവിലിൻ്റെ പ്രസംഗത്തിന് ശേഷം സേഠ് സാഹിബിനെ കുറിച്ചൊന്നും പറയാൻ ബാക്കിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വൈകിയ വേളയിൽ ഈ 2 വാക്ക് പറയാൻ അവസരം തന്ന സംഘാടകർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സേഠ് സാഹിബിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ആഗ്രഹം വെളിച്ചമാക്കാൻ വേണ്ടി ദുആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഈ പരിപാടിയിൽ കാസർഗോഡ് മണ്ഡലം INL പ്രസിഡന്റ് മൊയ്തീൻ ഹാജി ചാല, അതുപോലെ തന്നെ തൃക്കരിപ്പൂർ മണ്ഡലം പ്രസിഡന്റ് ഹനീഫ ഹാജി, അതുപോലെ തന്നെ ഉദുമ മണ്ഡലം പ്രസിഡന്റ് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ മാസ്റ്റർ, അതുപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്ത മണ്ഡലമായ പയ്യന്നൂർ മണ്ഡലം പ്രസിഡന്റ് ഇക്ബാൽ പോപ്പുലർ ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. സ്വാഗതത്തിൽ വിട്ടുപോയതാണ്, അവരുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. പള്ളിക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നമ്മുടെ പ്രിയങ്കരനായ അബ്ദുൽ ലത്തീഫ് ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കാഞ്ഞങ്ങാട് മണ്ഡലം ജനറൽ സെക്രട്ടറി അബ്ദുറഹ്മാൻ തുടങ്ങിയവരൊക്കെ ഇവിടെ ഉണ്ട്. സമയം വൈകിയിരിക്കുകയാണ്. അടുത്ത പരിപാടിക്ക് വേണ്ടി വേദി വിട്ടുകൊടുക്കേണ്ടതായിട്ടുണ്ട്. അടുത്തതായി നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങളോട് 2 വാക്ക് കുവൈത്ത് IMCCയുടെ വൈസ് പ്രസിഡന്റ് സംസാരിക്കും. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, മറ്റ് വേദിയിലും സദസ്സുമിരിക്കുന്ന വിശിഷ്ട മഹത് വ്യക്തികളെ, മഹർ ബൈത്തുന്നൂർ 2017 ഭാഗമായി നടത്തുന്ന ഇത്തരം പരിപാടിയും ഈ സമ്മേളനത്തിലേക്കും ഇന്ത്യൻ നാഷണൽ ലീഗിൻ്റെ പോഷക സംഘടനയായ IMCC കുവൈത്തിൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ഈ ആവേശവും ഈ പ്രവർത്തനവും കാണുമ്പോൾ തീർച്ചയായും അഭിമാനം കൊള്ളുകയാണ്. മെഹബൂബ് മില്ലത്ത് ഇബ്രാഹിം സുലൈമാൻ സേട്ടു സാഹിബിൻ്റെ ആദർശ ധീരതയെ ഇനിയും നമുക്ക് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് വളർത്തുവാനുള്ള
ചുറുചുറുക്കുള്ള യുവാക്കൾ വളർന്നു വരുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ കാണുന്ന ഈ പരിപാടികളും ഈ പ്രവർത്തനങ്ങളും. തീർച്ചയായും മെഹബൂബ് മില്ലത്ത് ഇബ്രാഹിം സുലൈമാൻ സേട്ട് സാഹിബിൻ്റെ ആ ആദർശങ്ങളെയും ആ ജീവിത വിശുദ്ധിയെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇനിയും നമുക്ക് പ്രവർത്തിക്കാനുണ്ട്. മെഹബൂബ് മില്ലത്ത് ഇബ്രാഹിം സുലൈമാൻ സേട്ട് സാഹിബിൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങളിലും GCC അടക്കമുള്ള കുവൈത്ത് അടക്കമുള്ള എല്ലാ മേഖലകളിലുള്ള കമ്മിറ്റികളും പ്രവർത്തനങ്ങളും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. എന്നും ഞങ്ങൾ നിങ്ങളോടൊപ്പം ഇതേ ആവേശത്തോടുകൂടി പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങളോടൊപ്പം ഞങ്ങൾ സഹായിക്കുന്നുണ്ട്. തീർച്ചയായും എല്ലാവിധ ആശംസകളും നേരുന്നു. ജയ് ഹിന്ദ്. അടുത്തതായി പള്ളിക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലത്തീഫ് 2 വാക്ക്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, അതുപോലെ തന്നെ വേദിയിലിരിക്കുന്ന സംസ്ഥാന ദേശീയ നേതാക്കന്മാരെ, സ്നേഹം നിറഞ്ഞ ഇന്ത്യൻ നാഷണൽ ലീഗിൻ്റെ കർമ്മധീരരായ പ്രവർത്തകരെ, സഹോദരിമാരെ, മെഹബൂബ് മില്ലത്ത് ഇബ്രാഹിം സുലൈമാൻ സേട്ട് സാഹിബിൻ്റെ പേരിൽ ബൈത്തുന്നൂർ ഭവന പദ്ധതിയും അതുപോലെ തന്നെ മഹർ 2017 നടത്തിവരുന്ന ഈ പടന്നക്കാട് ഉള്ള മുഴുവൻ ഇന്ത്യൻ നാഷണൽ ലീഗിൻ്റെ പ്രവർത്തകരെയും ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഇവിടെ ഒരു മതപ്രഭാഷണം നടക്കാനുള്ളതുകൊണ്ട് ഈ വേദിയെ സമയം കളയുന്നില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് ഇന്ത്യൻ നാഷണൽ ലീഗ്. അടുത്തതായി നന്ദി പ്രകടനത്തിന് വേണ്ടി CA അബ്ദുറഹിമാൻ അവരെ ക്ഷണിച്ചു. അസ്സലാമു അലൈക്കും. വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അഹമ്മദ് ദേവർകോവിൽ സാഹിബ് അടക്കമുള്ള സർവ സമാദരണീയരായ അഖിലേന്ത്യാ സംസ്ഥാന ജില്ലാ നേതാക്കളെ, അസ്സലാമു അലൈക്കും. ഈ വൈകിയ വേളയിൽ മെഹബൂബ് മില്ലത്ത് എന്ന ആദർശ പുരുഷനെക്കുറിച്ച് സ്മരിക്കാനിടയാക്കിയ ഈ വേദിയെ, ഇതിനെ ഒരുക്കിയ മെഹബൂബ് മില്ലത്തിനെ അനുദിനം സ്മരിച്ചുകൊണ്ട് ആ പാവന സ്മരണക്ക് മുമ്പിൽ എന്നും ഞങ്ങൾ പലവിധ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന മെഹബൂബ് മില്ലത്ത് ചാരിറ്റബിൾ സെൻറ്റർ എന്ന ഈ പ്രസ്ഥാനമൊരുക്കിയ ഈ വേദിയിൽ ആ പ്രസ്ഥാനത്തിന് വേണ്ടി ഇവിടെ ഉപസ്ഥരായ എല്ലാ നേതാക്കന്മാർക്കും ആദരപൂർവ്വം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അധ്യക്ഷൻ്റെ അനുമതിയോടുകൂടി ഈ യോഗം പിരിച്ചുവിട്ടതായി അറിയിക്കുന്നു എന്ന്. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവർ, അടുത്തതായി